പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? പടയ്ക്ക് പുറപ്പെടുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടം. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദേവദാസിമാരെ, പോരും പടയുമുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, പോരും പടയുമുള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, നിങ്ങൾ എക്യുപ്ഡ് ആകണം, നിങ്ങൾ എംപവേർഡ് ആകണം, നിങ്ങൾ എൻഗേജ്ഡ് ആവണം ദൈവിക കാര്യങ്ങളിൽ. പ്രൈസ് ഗോഡ്. മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. പടയ്ക്ക് പുറപ്പെടുന്ന സഹോദരിമാരുടെ ഒരു കൂട്ടമാണ്, പ്രൈസ് ഗോഡ്, മനസ്സിലാക്കണമേ, സുവാർത്താദൂതികൾ. കർത്താവ് എനിക്ക് തന്ന ആ ദൂത് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിലേ അങ്ങ് കൈമാറുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രോവേർബ്സ് 31 വേഴ്സ് 31. സദൃശ്യവാക്യം 31 അധ്യായം അതിൻ്റെ 31 വാക്യം. ആ ഒരു വാക്യം തന്നെ ഒരു വലിയ പ്രസംഗമാണ്. പക്ഷേ അത് ഞാൻ ഏറ്റവും അവസാനം ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച ചില സംഗതികൾ പറയുവാൻ ആഗ്രഹിക്കുക. അപ്പം നിങ്ങൾ അതിന് ഒരു പേപ്പർ എല്ലാവർക്കും തരും. കാരണം എനിക്ക് പറഞ്ഞത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനവിടെ റെഫറൻസ് എഴുതിയിരിക്കുന്ന വേഴ്സസ് നിങ്ങൾ അതിൻ്റെ താഴെ എഴുതണം കേട്ടോ. എഴുതി നിങ്ങളത് പഠിക്കണം. പഠിക്കുവല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുസരണത്തിൽ കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് പക്ഷേ ആരെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ക്യാൻ ജസ്റ്റ് സീ എ ക്രൗഡ് ഓൺലി. എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ സദൃശ്യവാക്യം 31 ഇങ്ങനെ വായിക്കുന്നു. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ, അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവർത്തിക്കു മുമ്പന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖ പ്രസാദം നിത്യമവർക്ക് ആഹ്ലാദം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. പ്രൈസ് ഗോഡ്. ദേവദാസന്മാരെ, ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടു മാത്രം ഇവിടുന്ന് പോകരുത് കേട്ടോ. ഈ വചനം കാക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഞാൻ നിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു, നിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ശക്തിയോടെ, ബലത്തോടെ, ആത്മാവിൻ്റെ ഒരു എരിവോടെ ഇവിടെ നിന്ന് മടങ്ങുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ശനിയാഴ്ച ഒരു നല്ല അവധി ദിവസം പിള്ളേരെയൊക്കെ വീട്ടിൽ ഇട്ടേച്ച് ഇവിടെ വന്ന് ഇത്രയും നേരം ഇരുന്നത് വെറുതെ ആയി എന്നൊരു കാലത്തും വരുവാൻ ഇടയാകരുത്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ 3-4 സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. അതായത് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന് 32 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പോവാ. പ്രൈസ് ഗോഡ്. ക്ലേഫാവും ഒക്കെ ഉണ്ട്. അവർ 7 നാഴിക ദൂരമുള്ള സ്ഥലത്തേക്ക്, യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുമ്പോൾ യേശു കർത്താവ് അവരോടുകൂടെ ചേർന്ന് നടന്നു. പക്ഷെ അവരത് മനസ്സിലാക്കിയില്ല. വർത്താനമൊക്കെ പറഞ്ഞു, നീയും അറിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കേട്ടില്ലേ? അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഓർത്ത് നോക്കണമേ, 3.5 വർഷക്കാലം കൂടെ നടന്ന് അത്ഭുതങ്ങൾ കാണിച്ച് ചേർത്തു പിടിച്ച് പലതും പഠിപ്പിച്ച നല്ല കർത്താവിനെ തിരിച്ചറിയാതെ സഹോദരിമാരെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ നടപ്പിൽ നാം ആയിത്തീരാനിടയാകരുത്. നമുക്കറിയാം അവസാനം, ഞാൻ പെട്ടെന്ന് പോട്ടെ, എനിക്ക് തന്ന സമയത്തെക്കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ട്. ഹല്ലേലൂയ. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ രാവാർപ്പാൻ നിർബന്ധിച്ചു. യേശു കർത്താവ് എന്ത് ചെയ്തു? അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അപ്പോൾ അവർ പറയുവാ, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്തായിരിക്കുന്ന ദൈവദാസിമാരെ, നിങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിപ്പാൻ തക്കവണ്ണം ഇടവരട്ടെ. പ്രൈസ് ഗോഡ്. രണ്ടാമത്, പ്രൈസ് ഗോഡ്, അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവരുടെ ഹൃദയം കുത്തുകൊണ്ടു.
കത്തിക്കൊണ്ടിരിക്കാൻ മാത്രമല്ല, ചിലപ്പം ഹൃദയം കുത്തുകൊള്ളും. അതെപ്പോഴാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ആ ഒരു ഭാഗമാണ് പ്രൈസ് ഗോഡ് നൈജീരിയയിൽ വെച്ച് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതും ഞാൻ സ്നാനത്തിന് വേണ്ടി സമർപ്പിപ്പാനിടയായതും. അതായത് പത്രോസ് 11 എഴുന്നേറ്റ് നിന്ന് വചനമൊക്കെ പറഞ്ഞ ശേഷം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇവര് ചെന്നേച്ച് ഒരു ജനക്കൂട്ടം ചെന്നേച്ച് പത്രോസിനോട് ചോദിക്കുക, സഹോദരന്മാരെ കുത്തുകൊണ്ട്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിക്കുക, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പം പറഞ്ഞു, യേശു കർത്താവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പാൻ അവരോട് പറഞ്ഞു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ഒന്നുകിൽ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം, ഒന്നുകിൽ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. പ്രൈസ് ഗോഡ്. എന്നാൽ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായവും അതിന്റെ 9-ാം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഹല്ലേലൂയ, ഹൃദയം കഠിനപ്പെട്ടു പോകരുതേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും മധ്യ നമ്മുടെ സഹോദരിമാരൊക്കെ കടന്നു പോകുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, ദൈവവചനം കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. അതിൻ്റെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. എന്നാൽ അപ്പോസ്തലരുടെ പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ലുദിയയെ കാണുന്നുണ്ട്. ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. അപ്പം ഇതുപോലെയുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വചനം കേൾക്കുമ്പോൾ നടക്കണം. ഒന്നുകിൽ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം, ഒന്നുകിൽ ഹൃദയം കുത്തുകൊള്ളണം. കുത്തുകൊണ്ടാൽ നമ്മൾ തീരുമാനത്തിലേക്ക് നടത്തപ്പെടും. കഠിനപ്പെട്ടു പോകരുത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കണം. ഗോഡ്, യു ജസ്റ്റ് ടോക്ക് ടു മീ. ഹല്ലേലൂയ. ജസ്റ്റ് റിസീവ് ദ വേർഡ്. ഹല്ലേലൂയ. വചനത്തെ അങ്ങ് റിസീവ് ചെയ്യണം. പ്രൈസ് ഗോഡ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയട്ടെ. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവൾ, സഹോദരിമാരുടെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. കൈകൾക്കൊരു ഫലമുണ്ട് കേട്ടോ. കൈകളുടെ പ്രവൃത്തിക്കൊരു ഫലമുണ്ട്. നിന്റെ കൂട്ടു സഹോദരി വിഷമിക്കുമ്പോൾ നീ ഒരു തിയോളജിയും പറഞ്ഞ് ആശ്വസിപ്പിക്കണ്ട. നിന്റെ കൈ ഒന്ന് അവളുടെ തോളിൽ ഒന്ന് വെക്കാമോ? തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. സഹോദരിമാരെ, ഒരു ചെറിയ ജീവിതമേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയും, എനിക്കൊക്കെ ഒരു ചെറിയ സ്ട്രെച്ച് ജീവിതത്തിന് മുമ്പിൽ ഓടുവാനുള്ളൂ. ഹല്ലേലൂയ. അനേക ചെറിയപ്പക്കാർ സഹോദരിമാരെ ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് ദൈവം വലിയവ ചെയ്യിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇവിടുത്തെ മീറ്റിംഗ് ഹല്ലേലൂയ എന്നോട് പറഞ്ഞ ഡേറ്റ് മുതൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ കൂട്ടത്തെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് സഹോദരിമാരെയാ. ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് സഹോദരിമാരെയാ. സഹോദരന്മാരെ ഏതായാലും ആരും പിണങ്ങാനില്ലാത്തതിനാൽ സ്തോത്രം. സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. നമ്മൾ ഓരോ സഭയുടെയും കണക്കെടുത്ത് നോക്കിയാൽ അവിടെ വന്നിരിക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ പുതിയ കുടുംബങ്ങൾ, പ്രൈസ് ഗോഡ്, സഹോദരിമാരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരിമാരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ചെന്ന് അവരോട് വചനം ഷെയർ ചെയ്യുവാനും സുവിശേഷം പറയുവാനും അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനും ഒക്കെ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കൈകൾക്കൊരു പ്രവൃത്തിയുണ്ട്. എന്നാൽ യെശയ്യാപ്രവചനം 57-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൈവം ഒരു നാവ് നമുക്ക് തന്നിട്ടില്ലേ? പ്രൈസ് ഗോഡ്. അതും ഫലമുളവാക്കുന്നതാ. എന്നാൽ സദൃശ്യവാക്യം പറയുന്നത് പോലെ ജീവനും അതെന്ത് ഫലമുളവാക്കും? ജീവനും ഉണ്ടാക്കുവാൻ കഴിയും, മരണവും ഉണ്ടാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ ഗീതനെ കണ്ടു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അല്ല, ഞങ്ങൾ രണ്ടുപേരും പ്രൈസ് ഗോഡ് പറയുവാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. പുള്ളിക്കാരി കോഴഞ്ചേരി കോളേജിൽ ലെക്ചറർ, ഞാൻ MSc ഫൈനൽ ഇയർ അവിടെ പഠിക്കുക. ഞങ്ങൾ രണ്ടുമേ ഉള്ളൂ ആ മർത്തമ കോളേജിൽ. വലിയ പൊട്ടുമിട്ട് പ്രൈസ് ഗോഡ്. സ്ലീവുള്ള ബ്ലൗസ് ഇട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല അന്നത്തെ കാലത്ത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്ത് മകൻ ഒരു യൂത്ത് പാസ്റ്ററാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം എന്നോട് ചോദിച്ചു അവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കണ്ടതിനായി സോദരൻ. എൻ്റെ കണ്ണിങ്ങനെ അങ്ങോട്ട് ഫോക്കസ്ഡായി. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ.
ഞാൻ സെൻറ് തോമസ് കോളേജിൽ നിന്ന് MSc പാസ്സായത്. അവിടെ 8 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേര്, ഒരാൾ മെഡിസിന് കിട്ടി, ഒരാൾ ബാങ്ക് ജോലി കിട്ടിപ്പോയി. ഞങ്ങൾ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അവിടുത്തെ ലെക്ചറർ ആണെങ്കിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ അവിടുത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിലും വീട്ടിൽ നിന്ന് വൈൻ കൊണ്ടുവരുമ്പോൾ എന്നോട് പറയും, ബാ റൂമിലോട്ട് വന്ന് നമുക്ക് ഇച്ചിരി വൈനൊക്കെ കുടിക്കാം. അപ്പോൾ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ, ജീവിതത്തിൽ ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ജൂലൈ മാസം ദൈവദാസി, നിന്നെ കുറിച്ചൊരു പ്ലാൻ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അവൻ കൊണ്ടുവരും. ഇന്ന് ഈ ക്രൈസ്റ്റ് സെന്ററിൽ നിന്നുകൊണ്ട് ഈ കർത്താവിനെ ഉയർത്തണമെന്ന് അവൻ എന്നെ കുറിച്ച് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. തേണ്ടിരിക്കുന്ന എൻ്റെ അമ്മയുടെ സ്വന്തം സിസ്റ്ററിൻ്റെ മോളാ. ഷീസ് 80 years old. ലാസ്റ്റ് ഇയർ ഹർ ഹസ്ബൻഡ് എക്സ്പയർഡ്. ഞാൻ നേരത്തെ ടിക്കറ്റ് ഷൈനി പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് 2 പേർ കൂടെ ബുക്ക് ചെയ്തത്. ഞാൻ ഓർത്ത് വരത്തില്ലായിരിക്കുമെന്ന്. വേറൊരാളെ കൊണ്ടുവരാൻ ഓർത്തവരോട്, മോളാ ഞാൻ നിൻ്റെ കൂടെ വരാം. ഹല്ലേലൂയ. കാരണം ദൈവവചനത്തിനും ദൈവീയ കാര്യത്തിനും വേണ്ടി തീഷ്ണതയോടെ മുന്നോട്ടിറങ്ങണം. നിങ്ങൾ ഓരോരുത്തരും ഇനിയിപ്പോൾ 6 മാസം കൂടെ ഉണ്ടല്ലോ മുന്നോട്ട്. ഒറ്റ തീരുമാനമെടുക്ക്, ഞാൻ ഒരു വ്യക്തിയെ ഞാൻ സഭയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും, കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും, കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ഒരു തീരുമാനമെടുക്കാമോ? പ്രൈസ് ഗോഡ്. ഇതേ വാക്യം തന്നെ സദൃശ്യവാക്യം 18:20 പറയുന്നുണ്ട്, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. പ്രൈസ് ഗോഡ്. അപ്പം നമ്മുടെ കൈകളുടെ പ്രവൃത്തിക്ക് ഒരു ഫലമുണ്ട്. ശ്രദ്ധിക്കണമേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ വായിക്ക്, നമ്മുടെ നാവിന് ഒരു ജോലി ചെയ്യാനുണ്ട്. അതും ഒരു ഫലം കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഈ നാവ് എന്തിനുപയോഗിക്കണം? യെശയ്യാപ്രവചനം 27-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ഉടനീളം നോക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് ആത്മാവിൻ്റെ വാളെന്ന. പ്രൈസ് ഗോഡ്. യെശയ്യാവ് 27-ൽ പറയുന്നു, അന്ന് കടുപ്പവും വലിപ്പവും ബലവുമുള്ള വാളുപയോഗിച്ച്, സോർ, ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്, അങ്ങനെയുള്ളൊരു വാള്. അപ്പം ഇതെന്തുവാ ഇത്? സോ ഗ്രേറ്റ്, ഇറ്റ്സ് സോ സ്ട്രോങ്. വചനം അയച്ച് വിടുവിക്കും, വചനം അയച്ച് സൗഖ്യമാക്കും, വചനം അയച്ചില്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കും. ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, വിദുരിത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. എന്തു മനസ്സിലായി? വിദുരിത സർപ്പം എന്ന് പറഞ്ഞാൽ പിയേഴ്സിംഗ് സർപ്പന്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ കുത്തി നോവിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമായിട്ടാണോ പ്രിയ ദൈവ പൈതലേ നീ ഇവിടെ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ നിന്റെ ദുഃഖം അറിയുന്നില്ലായിരിക്കും. നീ പ്രൈസ് ലോർഡ് കൊടുക്കുമ്പോഴും നീ ചിരിക്കുമ്പോഴും നിന്റെ ഉള്ളിൽ നിന്നെ കുത്തി നോവിപ്പിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം അതിനെ സന്ദർശിക്കും കേട്ടോ. നിന്റെ വിഷയത്തിന് ദൈവം വിടുതൽ തരും, നിന്റെ വിഷയത്തിന് ദൈവം വിടുതൽ തരും. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ കുത്തി നോവിപ്പിച്ച് ഹൃദയത്തെ മതിച്ചുകൊണ്ട്, ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്ന അന്ധകാര പോരുകളുടെ മേൽ ഞങ്ങൾ ജയമെടുക്കുക. ഞാൻ പെട്ടെന്ന് പോട്ടെ. പ്രൈസ് ഗോഡ്. വക്രസർപ്പമായ ലിവ്യാഥാൻ. ഹല്ലേലൂയ. ക്രൂക്കഡ് സർപ്പന്റ്. ന്യായമല്ലാത്തതിന് പോലും നാം ചിലപ്പോൾ ദുഃഖം അനുഭവിക്കേണ്ടി വരുമല്ലേ? ന്യായം കിട്ടാതെ, നീതി കിട്ടാതെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ വക്രസർപ്പമായ ദുഷ്ട പൈശാചികൻ നമ്മുടെ മേൽ ആധിപത്യം നടത്തുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ മേൽ ദുഃഖം വിതറുവാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം മനസ്സിലാകണമേ, ദൈവം തൻ്റെ വചനം അയച്ച് നമ്മളെ വിടുവിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനെ സന്ദർശിക്കുമെന്ന. എൻ്റെ ദൈവം സന്ദർശിച്ചാലുണ്ടല്ലോ, സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കും, ഞാൻ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കും. സഹോദരി, നീ ക്ഷീണിച്ചിരിക്കുവാനുള്ളവളല്ല.
നീ ക്ഷീണിച്ചിരിക്കുവാനുള്ളതല്ല. വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, നീ എഴുന്നേൽക്കണം. ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം. ദൈവത്തിന് വേണ്ടി ശോഭിക്കണം. ദൈവത്തിന് വേണ്ടി നിന്റെ അധരത്തിന്റെ ഫലം, ദൈവത്തിന് വേണ്ടി നിന്റെ അധരത്തിന്റെ വിളവ്, നിന്റെ കൈയുടെ പ്രവൃത്തി നീ സമർപ്പിച്ചു കൊടുക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ബേത്ലഹേമിനെ സന്ദർശിച്ചപ്പോൾ ബേത്ലഹേമിന്റെ ക്ഷാമം മാറി. അപ്പോൾ നമ്മെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. നമ്മളെ കുനിയിക്കുന്ന, നമ്മെ കരയിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ചില നുഖങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. വർഷിപ്പ് ലീഡർ, എനിക്ക് മോടെ പേരത്തില്ല, ജൂഡി അല്ലേ? യെസ്, ജൂഡി വാസ് ടെല്ലിങ്, ചില നുഖങ്ങളിൽ നിന്ന് തകരണം. ഹല്ലേലൂയ. ചില നുഖങ്ങളിൽ നിന്ന് തകരണം. നാം തലകുനിച്ചിരിക്കുവാനുള്ളവരല്ല. പ്രൈസ് ഗോഡ്. വിഷയങ്ങളവിടെ കിടക്കട്ടെ, എഴുന്നേൽക്കണം. ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിച്ച് സ്വാധീനിച്ചൊരു വാക്യമുണ്ട്. 129 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. എല്ലാ വേർഷൻസിനകത്തും he has cut the cords of the wicked എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ NKJV എഴുതിയിരിക്കുന്നത് he has cut the cords of the wicked into pieces. God is righteous. God is righteous. God is righteous. നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന, നിന്നെ മുന്നോട്ട് പോകാതെ, ഹല്ലേലൂയ, നിന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാതെ, ഓ ഹുറബശാന്തരേ, ഈ ഘോരമാനവശാന്തരേ, നിന്റെ തലമുറയുടെ ഭാവി മുന്നോട്ട് പോകാതെ, പ്രൈസ് ഗോഡ്, നിന്റെ ആരോഗ്യം മുന്നോട്ട് പോകാതെ, ഉടമനരകടകധരധികരവശാന്തരേ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നിന്റെ ശുശ്രൂഷ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ മേലാതെ, ദേവദാസി, നിന്നെ കെട്ടിവെച്ചിരിക്കുന്നതിനെ ഉണ്ടല്ലോ എൻ്റെ യേശു കർത്താവ് മുറിച്ചു കളയുക മാത്രമല്ല, മുറിച്ചു കളഞ്ഞാൽ പിന്നെ കൂട്ടിക്കെട്ടാം. But he has cut it into pieces. He has cut it into pieces. He has cut into pieces. ഇന്ന് വിശ്വസിക്കാമോ? ഇന്ന് വിശ്വസിക്കാമോ? ഇന്ന് വിശ്വസിക്കാമോ? അവരവർക്ക് അവരവരുടെ വിഷയങ്ങൾ അറിയാം. ദൈവസന്നിധിയിൽ ഏറ്റെടുക്ക്. ഹല്ലേലൂയ. കർത്താവ് പരിപൂർണമായിട്ടുള്ള വിടുതൽ തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യഹോവയോട് പറ്റിച്ചോർന്നിരിക്കണം. യെരമ്യാ പ്രവചനം 13 അധ്യായം അതിൻ്റെ 11 വാക്യം ഇങ്ങനെ പറയുന്നു: കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹൂദ ഗൃഹമൊക്കെയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവരെ ദൈവം എന്താക്കും? കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ പറ്റിയിരുന്ന ജനത്തെ കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കി മാറ്റും. ദൈവം ആരാക്കി മാറ്റും? എൻ്റെ ജനം. ഹല്ലേലൂയ. എൻ്റെ ജനം, ഹല്ലേലൂയ, കീർത്തിയാക്കും. ഹല്ലേലൂയ. ലോകം അപകീർത്തി വരുത്തുവാൻ നോക്കും കേട്ടോ, ദൈവം നമുക്ക് കീർത്തി കൊണ്ടുവരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് അലങ്കാരമാക്കി നമ്മെ മാറ്റും. പ്രൈസ് ഗോഡ്. കർത്താവ് സംവത്സരത്തെ അലങ്കരിക്കുന്ന ദൈവമാണ്. ഈ 2025 6 months പോയി. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ഹല്ലേലൂയ, ഇനിയുമുള്ള മാസങ്ങളെ എൻ്റെ ദൈവം അലങ്കരിക്കും. ദൈവീയ നന്മ കൊണ്ട് അലങ്കരിക്കും. ദൈവീയ പുഷ്ടി കൊണ്ട്, ഹല്ലേലൂയ, അലങ്കരിക്കും. പക്ഷെ നമ്മൾ ആരായിരിക്കണം? എൻ്റെ ജനം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4 അധ്യായത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത, അവർ വിശുദ്ധ ജനമാ, അവർ അവകാശ ജനമാ, അവർ സ്വന്തം ജനമാ. പ്രൈസ്, അവർ ശ്രേഷ്ഠ ജാതിയാ. അങ്ങനെ നമ്മളെ കണ്ട് സ്നേഹിക്കുന്ന ഈ വലിയ കർത്താവിൻ്റെ മുമ്പിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവനോട് പറ്റിയിരിക്കാം. അവനോട് പറ്റിയിരുന്നാൽ, പ്രൈസ് ഗോഡ്, അവൻ നമ്മെ സംരക്ഷിക്കും. അല്ലേ? 91 സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ മറവും സർവശക്തൻ്റെ നിഴലും. ദേവദാസിമാരെ, ഞാൻ പറയട്ടെ, ഏതെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ പോയി നാം ക്ഷീണിച്ചു പോയാലും, ഫിസിക്കലി നാം ബലഹീനത അനുഭവിക്കുന്ന സമയങ്ങളിലാണെങ്കിലും, ഞാൻ പറയട്ടെ, ഹിസ് ഷെയ്ഡ്സ് ആൻഡ് ഹിസ് ഷാഡോസ്,
ഹല്ലേലൂയ, നാം അതിൻ്റെ മധ്യത്തിലാണ്, അതിൻ്റെ കീഴിലാണെന്ന് ഹല്ലേലൂയ നാം ചിന്തിക്കുമ്പോൾ അത് നമ്മളെ ബലപ്പെടുത്തും, അത് നമുക്ക് ആശ്വാസം തരും. ഇങ്ങനെയുള്ളവർക്ക് 4 കാര്യത്തെ ഭയപ്പെടാനില്ല. ഞാൻ അതിങ്ങനെ പറഞ്ഞു തീർക്കാം. 4D, ആൽഫബറ്റ് D, 4 കാര്യം. 1, രാത്രിയിലെ ഭയത്തെ, ഡാർക്ക്നെസ്. വിവരിക്കാൻ നേരമില്ല, മുന്നോട്ട് എനിക്ക് പോകണം. ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ ശക്തികൾ, ഇരുളിൻ്റെ വ്യാപാരങ്ങൾ. ഹല്ലേലൂയ, കുടുംബങ്ങളെയും തലമുറയെയും കാർന്നു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ നിനക്ക് പേടിപ്പാനില്ല കേട്ടോ. നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സഹോദരി കുടുംബത്തിൻ്റെ വിളക്ക. ഞാൻ പറയും, സഹോദരിമാരൊരു മെഴുകുതിരിയാ. പ്രൈസ് ഗോഡ്. മെഴുകുതിരി ഉരുകിപ്പോകുന്നത് ആരും കാണത്തില്ല, മെഴുകുതിരിയുടെ ഉരുക്കമാരും കാണത്തില്ല, എന്നാൽ അത് ഉരുകിക്കൊണ്ടിരിക്കുക. ഓ റിഖമാ ശതുര, അത് തീർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഫ്രിഡ്ജ് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ അതിനകത്ത് അങ്ങ് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. വലിയ ഉപകാരമാണ്. ഹല്ലേലൂയ. ഓ, നീ എന്ത് നല്ല ഫ്രിഡ്ജാന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് പറയും, നീ എൻ്റെ പുറകൊന്ന് തൊട്ട് നോക്കിക്കേ, ചൂടാ അവിടെ. സഹോദരിമാരെ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, പ്രൈസ് ഗോഡ്, പോട്ടെ, ഒരു മനുഷ്യ ജാതി എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള കുടിവരവിലൊക്കെയും വരുമ്പോൾ നാം ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടവരണം. പ്രൈസ് ഗോഡ്. എൻ്റെ ടോപ്പിക്ക് മാറിപ്പോയി, ഞാൻ ഇവിടെ വരട്ടെ. സോ ഫസ്റ്റ് D ഈസ് ഡാർക്ക്നെസ്. ഹല്ലേലൂയ, രാത്രിയിലെ ഭയത്തെ. രണ്ടാമത് പറയുന്നു പകൽ പറക്കുന്ന അസ്ത്രം. അസ്ത്രം എന്തിനെ കാണിക്കുന്നു? യുദ്ധത്തെ കാണിക്കുന്നു. ഭൂമിയിൽ യുദ്ധമില്ലേ? ഭവനത്തിനകത്ത് യുദ്ധമില്ലേ? കുഞ്ഞെ, നീ ജോലി ചെയ്യുന്ന നിന്റെ തൊഴിൽ മേഖലയിൽ യുദ്ധമില്ലേ? നിന്റെ സമൂഹത്തിൽ യുദ്ധമില്ലേ? വന്ന് ഇന്ന് വേണമെങ്കിൽ പറയാം, സഭയിലും യുദ്ധമുണ്ട്. ഓ ഹല്ലേലൂയ. പകൽ പറക്കുന്ന അസ്ത്രം, ഡിഫീറ്റ്. പേടിക്കണ്ട കേട്ടോ, നീ തോക്കത്തില്ല. അപ്പൊ രണ്ടാമത്തെ D എന്താ? ഡിഫീറ്റ്. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് കയറണമെന്നൊരാഗ്രഹം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ മറക്കല്ല, ഡാർക്ക്നെസ്, ഡിഫീറ്റ്. മൂന്നാമത്തെ എന്തുവാ? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഡിസീസസ്. ഹല്ലേലൂയ. കോവിഡിൻ്റെ കാലം നമ്മളൊരു മഹാമാരിയായിട്ടൊക്കെയാണ് പറഞ്ഞതല്ലേ? ഓക്കെ, അതങ്ങ് പോട്ടെ. ഡിസീസസ്. നാലാമത്തെ, നിനക്ക് ഭയപ്പെടാനില്ല. എന്തുകൊണ്ടാ? നീ കച്ച അരിയോട് പറ്റിയിരിക്കുന്ന പോലെ നീ ദൈവത്തോട് പറ്റിയിരിക്കുക. നീ അവൻ്റെ മറവില്ല. പ്രൈസ് ഗോഡ്. നീ അവൻ്റെ നിഴലില്ല. നിനക്ക് പേടിപ്പാനില്ല. നാലാമത്തേത്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഡിസ്ട്രക്ഷൻ. ഇത് 4നെയും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം സഹോദരിമാരെ, പോരുണ്ടെങ്കിലും പടയുണ്ടെങ്കിലും ഒരു സൈന്യമായി യുദ്ധം ചെയ്ത് ജയജീവിതം നയിച്ച് അനേകരെ കൂടെ ജയത്തിലേക്ക് നടത്തി നിത്യതയിലേക്കുള്ള നമ്മുടെ ഈ മരുഭൂ പ്രയാണത്തിൽ, പ്രൈസ് ഗോഡ്, ഇതൊക്കെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങ് വിട്ടേക്കണം, ഇതൊന്നും നിന്നെ ഭയപ്പെടുത്തത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇതിൻ്റെ മേലൊക്കെ നിനക്ക് ജയം തരും. അപ്പോൾ നമ്മൾ എടുത്ത വാക്യത്തിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, അവളുടെ കൈകളുടെ ഹല്ലേലൂയ ഫലം അവൾക്ക് കൊടുപ്പീൻ. സദൃശവാക്യം 31:31. അങ്ങനെയുള്ളൊരു സഹോദരി, ദൈവത്തോട് പറ്റിച്ചേർന്ന് ഇതുപോലെ ഒന്നിനെയും ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു സഹോദരി ദൈവഭക്തിയായ ഒരു സഹോദരി ആയിരിക്കും. ഈ ദൈവഭക്തിയായ സഹോദരി ഹല്ലേലൂയ മക്കളാൽ സ്നേഹിക്കപ്പെട്ടവളാ, മക്കളാൽ ബഹുമാനിക്കപ്പെട്ടവളാ, ഭർത്താവിനാൽ പ്രശംസിക്കപ്പെടുന്നവളാ. പ്രൈസ് ഗോഡ്. ഈ സഹോദരി ആരാ? ഈ സഹോദരിയാണ് സാമർത്ഥ്യമുള്ള ഭാര്യ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ പ്രോവേർബ്സ് 31 വുമൺ എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യമുള്ള ഭാര്യ. മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ നമ്മൾ ഈ സാമർത്ഥ്യമുള്ള ഭാര്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും സ്മാർട്ട് വുമൺ. ഇന്ന് സ്മാർട്ട്നെസ് കൂടിപ്പോയതാ കുഴപ്പം. പ്രൈസ് ഗോഡ്. എന്നാൽ ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് വെർച്വസ് വുമൺ. പാതിവൃത്യമുള്ള, സദാചാരമുള്ള, സദ്ഗുണമുള്ള, സൽപ്രവൃത്തിയുള്ള ഒരു സഹോദരി. പ്രൈസ് ഗോഡ്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. എന്നാൽ നമ്മോട് തന്നെയാണ് ചോദിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഞാൻ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഓർക്കണമേ, ഹല്ലേലൂയ, 1 മണിക്കൂർ ഞാൻ ഇവിടെ വന്ന് നിന്ന് പ്രസംഗിച്ച് വെള്ളസാരിയൊക്കെ എടുത്ത് വലിയ വചനമൊക്കെ പറഞ്ഞു പോവും. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അത്രയും നേരമേ കാണുന്നുള്ളൂ. 1 അല്ല 1.5 മണിക്കൂർ. ഓക്കെ,
പക്ഷെങ്കിൽ നിങ്ങൾ ആരും കാണാത്ത വേറെ ഒരു 23 മണിക്കൂർ എൻ്റെ ജീവിതത്തിലുണ്ട്. സഹോദരിമാരെ, ഭർത്താവ് കാണുന്നില്ലായിരിക്കും, കുഞ്ഞുങ്ങൾ കാണുന്നില്ലായിരിക്കും, പക്ഷേ നമ്മെ കാണുന്ന ഹല്ലേലൂയ 2 ക്യാമറ കണ്ണുകളുണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വെർച്വസ് വുമൺ, പ്രൈസ് ഗോഡ്, ഞാൻ പറഞ്ഞല്ലോ, സത്പ്രവൃത്തികളുള്ള, സദ്ഗുണമുള്ള, സദാചാരമുള്ള, പാതിവൃത്യമുള്ള സഹോദരി, നിങ്ങൾ ഈ പ്രോവേർബ്സ് 31 വുമണും ടൈറ്റസ് 2 വുമൺ നല്ലപോലെ പഠിക്കാനുണ്ട്. അതായത് തിത്തോസ് 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സഹോദരിയുണ്ട്. പക്ഷെ എനിക്ക് എടുക്കാൻ നേരമില്ല. പക്ഷേ തിത്തോസിലെ 2-3 കാര്യങ്ങൾ, ടൈറ്റസിലെ 2-3 കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകാം. അതിനകത്ത് 2 കാര്യം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ തിത്തോസിനോട് പറയുന്നുണ്ട്, ടൈറ്റസിനോട് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. 1:2-15 പൂർണ്ണ ഗൗരവത്തോടെ നീ പ്രസംഗിക്കുകയും ഹല്ലേലൂയ പ്രബോധിക്കുകയും ചെയ്യുക കേട്ടോ. വുമൻ ഫെലോഷിപ്പിൻ്റെ ലീഡറൊക്കെയാ. പ്രൈസ് ഗോഡ്. ചില വിഷയങ്ങളൊക്കെ പൂർണ്ണ ഗൗരവത്തോടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ പ്രസംഗിക്കുകയും ചെയ്യണം, പ്രബോധിപ്പിക്കുകയും ചെയ്യണം. ടീച്ച് ആൻഡ് റിബ്യൂക്ക് സീരിയസ്ലി. രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, 3:8 പറയുന്നുണ്ട്, ദീസ് തിങ്സ് ഷുഡ് ബി സ്ട്രെസ്ഡ്. നിങ്ങൾ പഠിച്ചാൽ മതി ആ 2-ാം അധ്യായത്തിൽ ഏതൊക്കെ ഉണ്ടെന്ന്. അതായത് ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു പറയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് രണ്ടും ചെയ്യേണ്ടത് എന്തിനാണെന്നറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് ശുഭവും ഹല്ലേലൂയ സകല മനുഷ്യർക്കും ഉപകാരവുമാകുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എക്സലൻറ്റ് ആൻഡ് പ്രോഫിറ്റബിൾ ടു ഓൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കർത്താവ് എന്നെ ഇവിടെ അയച്ചപ്പോൾ കർത്താവിനോട് വളരെ ചോദിച്ചിരുന്നത്, ഒരു പുത്തൻ നോട്ട്ബുക്കൊക്കെ എടുത്താ, പ്രൈസ് ഗോഡ്, ഞാൻ പോയിന്റ്സ് എല്ലാം നോക്കി എഴുതിയത്. ഹല്ലേലൂയ. ബൈബിളൊക്കെ റെഫർ ചെയ്ത് ഞാൻ മിനിഞ്ഞാന്ന് രാത്രി തിരുവല്ലയിൽ നിന്ന് വന്നു കഴിഞ്ഞ് രാത്രി 1:30 മണിക്കാണ് ഹല്ലേലൂയ ഇതെല്ലാം കുത്തി കുറിച്ചേച്ച് ഹല്ലേലൂയ, കാരണം ഇന്നലെ രാവിലെ പോന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം, കേൾക്കുന്ന വചനങ്ങൾ അനുസരിക്കണം. ഞാൻ ആദ്യം പാടിയ പാട്ടിനകത്ത് പറഞ്ഞല്ലോ, കേൾക്കുക നാം, കാക്കുക നാം, കേട്ടിട്ട് അതിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതിനെ നാം കരുതിക്കൊള്ളണം. ഇവിടെ പറയുന്നുണ്ട് 5 പ്രാവശ്യം ഈ ടൈറ്റസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, പൗലോസ് തിത്തോസിന് എഴുതിയ ലേഖനം, അതിനകത്ത് പറയുന്നു നാം സൽപ്രവർത്തിക്ക് എങ്ങനെയായിരിക്കണമെന്ന്. ഒന്നാമത്തേത് 2:7 സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കാം. പ്രൈസ് ഗോഡ്. പിന്നെ ഞാൻ സഹോദരിമാരുടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സൺഡേ ഒക്കെ വരുമ്പം നിങ്ങളൊരു ഡയറിയും കൊണ്ട് വരണം. നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ദേവദാസന്മാർ പറഞ്ഞ് നമ്മളാരും വലിയ ഓർമ്മശക്തി ഒന്നും ഉള്ളവരൊന്നും അല്ല. പ്രൈസ് ഗോഡ്. വി ആർ ഓൾ നോട്ട് സൂപ്പർ ഹ്യൂമൻസ്. അല്ലെങ്കിൽ അത് എഴുതിയെടുക്കണം. തിരിച്ച് നമ്മൾ വീട്ടിൽ ചെന്നിട്ട്, ഞാൻ അങ്ങനെ വചനം പഠിച്ചത് കേട്ടോ, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എന്നാണേലും ഉറങ്ങുന്നതിന് മുമ്പ് വേദപുസ്തകമൊക്കെ വായിച്ചിട്ടല്ലേ കിടക്കത്തുള്ളൂ. അതോ ഇല്ലയോ? ആവശ്യത്തിന് പകൽ കിട്ടി, അതുകൊണ്ട് ഇനി വൈകിട്ട് വേണ്ടെന്നങ്ങ് വെക്കുവോ? ഇല്ല. അന്ന് ദൈവദാസൻ നമ്മളോട് സംസാരിച്ചതെല്ലാം ഒന്നുകൂടെ എടുത്ത് നോക്കണം. ഒത്തിരി കാര്യങ്ങൾ ദൈവം അപ്പം നമ്മെ പഠിപ്പിക്കും. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അല്ലേലിയ. നിങ്ങൾ അങ്ങനെ നോക്കിക്കേ. അതുകൊണ്ട് എനിക്ക് ചില മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പം ഐ ജസ്റ്റ് ഫീൽ ഫ്രീ ടു ടെൽ ദം ദാറ്റ് ദേ ഷുഡ് റൈറ്റ് ഡൗൺ ദ നോട്ട്സ്. ഹല്ലേലിയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, എന്നാൽ ഹല്ലേലിയ ഒരു 5 പേരെങ്കിലും ഹല്ലേലിയ ഇനിയും തൊട്ട് എഴുതാൻ തുടങ്ങിയാൽ ഞാൻ ജയിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലിയ. അപ്പം 2:7 പറയുന്നു സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കുക. വി ഷുഡ് ബി ആൻ എക്സാമ്പിൾ ഫോർ ഗുഡ് ഡീഡ്സ്. 2:14 പറയുന്നു സൽപ്രവർത്തിക്ക് ശുഷ്കാന്തിയുള്ളവരായിരിക്കുക, ഈഗർ ടു ഡു ഗുഡ് ഡീഡ്സ്. പിന്നെ 3:1 പറയുന്നു സൽപ്രവർത്തിക്ക് ഒരുങ്ങിയിരിക്കുക, ബി റെഡി ടു ഡു ഗുഡ് ഡീഡ്സ്. 3:14 പറയുന്നു സൽപ്രവർത്തിക്ക് ഉത്സാഹികളായിരിക്കുക. പ്രൈസ് ഗോഡ്. ടു എൻഗേജ് ഇൻ ഗുഡ് ഡീഡ്സ്. 3:14 പറയുക സൽപ്രവർത്തിക്ക് മുമ്പന്മാരായിരിക്കുക, ഡിവോട്ടഡ് ടു ഗുഡ് ഡീഡ്സ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ അതിനുവേണ്ടി നാം റെഡി ആകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തൊന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസി ദെബോറയെ കുറിച്ച് പറഞ്ഞല്ലോ. ദെബോറ എന്തോ പറയുന്നത്? ഞാൻ ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ, ഞാൻ ഇസ്രായേലിൽ ഒരു മാതാവായി എഴുന്നേൽക്കും വരെ.
നായകന്മാർ അശേഷം ഇസ്രായേലിൽ അറ്റുപോയിരുന്നു എന്നാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. സഹോദരിമാരെ, നമ്മൾ ഉണർത്തപ്പെടണം. പ്രൈസ് ഗോഡ്. നമ്മൾ എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം നാം എഴുന്നേൽക്കണം. നമ്മുടെ കുടുംബം പണിയാൻ നാം എഴുന്നേൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരിമാർക്ക് നാം ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നാം എഴുന്നേൽക്കണം. നാം ദൈവസന്നിധിയിൽ സമർപ്പിത ബോധത്തോടെ, കർത്താവേ, എന്നെ സൽപ്രവർത്തിക്ക് ഒരു മാതൃകയുള്ളവളായി, എന്നെ സൽപ്രവർത്തിക്ക് ഉത്സാഹമുള്ളവളായി, സൽപ്രവർത്തിക്ക് മുമ്പരായി നിൽപ്പാൻ തക്കവണ്ണം നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് തീർച്ചയായിട്ടും എഴുന്നേൽപ്പിക്കും. ഇവിടെ ഇവള് പറയുന്നത് എന്തുവാ? ഇസ്രായേലിൽ മാതാവായി ഞാൻ എഴുന്നേൽക്കും വരെ. മാതാവ് എന്തുവാ? അമ്മ. സ്തോത്രം. MOTHER. Mother should be a motivator. Praise God. M stands for motivator. O stands for organizer. ഹല്ലേലൂയ. ഞാനൊന്ന് വരട്ടെ വീട്ടിൽ. ബെഡ്റൂം എങ്ങനെ ഇപ്പം കിടക്കുന്നത്? ഞാനൊന്ന് വന്ന് നോക്കട്ടെ. അടുക്കള എങ്ങനെ ഇട്ടിട്ടാ രാവിലെ വന്നേ? പ്രൈസ് ഗോഡ്. എല്ലാം കൂടെ സിംഗിൾ വാരി ഇട്ടിട്ടുണ്ടല്ലേ? ഉച്ചയ്ക്ക് ചെന്നിട്ട് കഴുകാം. പ്രൈസ് ഗോഡ്. മദർ ഷുഡ് ബി ആൻ ഓർഗനൈസർ. ഹല്ലേലൂയ. മദർ ഷുഡ് ബി എ ടീച്ചർ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ടീച്ചർ ആരാ? നമ്മളാ. പ്രൈസ് ഗോഡ്. അല്ലേ? മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അങ്ങ് പോട്ടെ. ഹല്ലേലൂയ. ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഫേമസ് പെയിൻറ്ററുണ്ട്. അവൻ കുഞ്ഞായിരുന്നപ്പോൾ അവൻ പുറത്തു പോയപ്പോൾ ഒരു ഉപ്പി മഷി അവിടെ ഇരുന്നത് ഒരു പേപ്പറിലെല്ലാം ഏതാണ്ട് കാണിച്ച് വരച്ച് ടേബിളിലും താഴെ കാർപ്പറ്റയിലെല്ലാം ഇട്ടു. കുഞ്ഞു കൊച്ചാ, 4 വയസ്സുണ്ടെങ്കിൽ അവന് മനസ്സിലായി ഇന്ന് അമ്മയുടെ അടി കിട്ടുമെന്ന്. ഹല്ലേലൂയ. ഉറപ്പായിരുന്നു അവന്. എന്നാൽ ബെഞ്ചമിൻ വെസ്റ്റിൻ്റെ അമ്മ വന്നു കഴിഞ്ഞ് ഇവനെ കണ്ടപ്പോൾ ഈ കടലാസെ കാണിച്ച് വെച്ചതും എല്ലാം കൂടെ കണ്ടേച്ച് എടുത്തവന് ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യു വിൽ ബി എ ഗ്രേറ്റ് പെയിൻറ്റർ വൺസ്. അമ്മമാരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ബെഞ്ചമിൻ വെസ്റ്റിൻ്റെ ആദ്യത്തെ അവാർഡ് കിട്ടിയ ഹല്ലേലൂയ ആ പെയിൻറ്റിങ്ങിൻ്റെ അമ്മ ഒരു കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതാ. ഹല്ലേലൂയ. മൈ മദർ മെയ്ഡ് മീ എ പെയിൻറ്റർ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം അമ്മയാണ്. പിച്ചക്കാരന് പൈസ കൊടുക്കാൻ ആരാ പഠിപ്പിക്കുന്നത്? അമ്മ. ശരി തന്നെ. ഹല്ലേലൂയ. മുടി ചെയ്യാൻ ആരാ പഠിപ്പിക്കുന്നത്? അമ്മ. പ്രൈസ് ഗോഡ്. അപ്പന്മാരുണ്ടേ കേട്ടോ, അപ്പന്മാർ കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ പല്ല് തേക്കാൻ ആരാ പഠിപ്പിക്കുന്നത്? അമ്മ. അപ്പോൾ എം പറഞ്ഞു ഞാൻ, O ഓർഗനൈസർ പറഞ്ഞു, T ടീച്ചർ പറഞ്ഞു, H ഹെൽപ്പർ. എല്ലാ കാര്യത്തിലും ഹല്ലേലൂയ ഒരു മദർ എന്തായിരിക്കണം? ഒരു ഹെൽപ്പർ ആയിരിക്കണം. ദെബോറ. ഹല്ലേലൂയ. 20 വർഷം പീഡ അനുഭവിച്ച ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ആരുമില്ലാതിരുന്നപ്പോൾ ലെപ്പിദോത്തിൻ്റെ കെയർ ഓഫിലാണ് അവൾ അറിയപ്പെട്ടത്. ഹല്ലേലൂയ. എനിക്കറിയപ്പെടുന്നത് ഞാൻ ബാബുച്ചാൻ്റെ ഭാര്യ എന്ന് പറയുന്നതില്ല ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭർത്താവിൻ്റെ കെയർ ഓഫിൽ നാം ഹല്ലേലൂയ അറിയപ്പെടട്ടെ. അവൾ എന്ത് ചെയ്തു? ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ന്യായപാലനം ചെയ്യുന്നവൾ. ദൈവത്തിൻ്റെ ആലോചന കിട്ടിയപ്പോൾ ബാരാക്കിനെ കൂട്ടുവിളിച്ച്, ബാരാക്ക് പറഞ്ഞു, പേടിയാ, നീ കൂടെ വരണം. ഹല്ലേലൂയ. പക്ഷെ പറഞ്ഞു, നിനക്ക് കിട്ടുന്ന മാനം എനിക്കായി പോവും. എന്നാലും ഹല്ലേലൂയ അവൾ കൂടെ പോയി യുദ്ധത്തിന് സഹായിച്ചു. അവിടെ പിന്നെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിന് 40 വർഷം സ്വസ്ഥതയുണ്ടായിന്ന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 40 വർഷം സ്വസ്ഥത കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ദെബോറയെ ഉപയോഗിച്ചെങ്കിൽ ഈസ് ഷീ നോട്ട് എ ഹെൽപ്പർ? അവൾ സഹായിക്കുന്നവളായിരുന്നു. ഹല്ലേലൂയ. അപ്പം MOTHE എൻകറേജർ. അത് ഇഷ്ടമുള്ളത് എഴുതിക്കോ. എഡ്യൂക്കേറ്റർ എന്ന് വേണം എഴുതിക്കോ. എൻകറേജർ എന്ന് എഴുതിക്കോ. അല്ലെ എൻ്റർടൈനർ എന്നങ്ങ് എഴുതിക്കോ. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ ലേഡീസ് ഫെലോഷിപ്പൊക്കെ കൂടുമ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, ഹല്ലേലൂയ, ഞാൻ സൈറയോടാണ് ചോദിച്ചെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അപ്പം പറഞ്ഞു, ഹല്ലേലൂയ, ഇടയ്ക്ക് എന്തെങ്കിലും ഗെയിമും ഒക്കെ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ us. അത് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റർടൈനർ. അവസാനം റിസർച്ചർ. ഹല്ലേലൂയ. അതാ ഒരമ്മ. നാം എഴുന്നേൽക്കണം സഹോദരിമാരെ. നമുക്ക് തന്നിരിക്കുന്ന റോളിൽ ഹല്ലേലൂയ അതിൻ്റെ ബെസ്റ്റ് പാർട്ട് ചെയ്യുവാൻ തക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഈ സഭ, ഹല്ലേലൂയ, ഈ കൂട്ടം, നിങ്ങളുടെ ഈ വിമൻ ഫെലോഷിപ്പ് ഒരു വലിയ കൂട്ടമായിട്ട് വളരും, ശക്തമായിട്ട് വളരും. തിരുവനന്തപുരത്ത് എല്ലാ സഭക്കാരും വന്ന് ചേരത്തക്കവണ്ണം നിങ്ങളെ ദൈവം വളർത്തും. ഹല്ലേലൂയ. ദൈവം അതിന് തക്ക നേതൃത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന് തക്കവണ്ണം സപ്പോർട്ട് ചെയ്യാൻ ദൈവദാസനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതിന് തക്കവണ്ണം കൂടെ നിൽക്കാനുള്ള അനേക ദൈവദാസിമാരെ ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളൊന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ദൈവം ആരെയും വെറുതെ വിളിച്ചിട്ടില്ല.
God has called everybody with a purpose. അതെന്താണെന്ന് നാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പായ് വിരിക്കാനാണെങ്കിൽ അത് ആ ജോലി നമ്മൾ ചെയ്തോണം. ഹല്ലേലൂയ. ഒരിക്കൽ കുറച്ച് ടീനേജർ ബോയ്സ് ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഏതൊക്കെ വേർഷൻസ് ബൈബിൾ അവർക്ക് ഇഷ്ടമെന്നുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്. കാരണം മദർ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഫാമിലി. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് NIV ആ ഇഷ്ടം, ഒരാൾ പറഞ്ഞു എനിക്ക് KJV ആ ഇഷ്ടം, ഒരാൾ പറഞ്ഞു എനിക്ക് NLT ആ ഇഷ്ടം. ഉടനെ ഒരു പയ്യൻ, ഒരു യൗവനക്കാരൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയുടെ വേർഷനാണ് ഇഷ്ടം. ബിക്കോസ് ഷീ ട്രാൻസ്ലേറ്റ്സ് വാട്ട് ഷീ റീഡ്സ് ആൻഡ് ടെൽസ്. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ എളുപ്പമാ, ജീവിതത്തിൽ അനുസരിക്കാൻ പാടാ. ആ പറഞ്ഞ വ്യക്തി ആരാന്നറിയാമോ? എബ്രഹാം ലിങ്കനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത് എഴുതി കണ്ടത്, ഞാൻ വായിച്ചെടുത്തതും. പ്രൈസ് ഗോഡ്. എബ്രഹാം ലിങ്കൻ പറഞ്ഞു ഐ ലൈക്ക് മൈ മദേഴ്സ് വേർഷൻ. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ ഒരു മാതൃകയായി നിൽപ്പാൻ, സൽപ്രവർത്തിക്ക് മാതൃകയായി നിൽപ്പാൻ, ഹല്ലേലൂയ, അമ്മമാരുടെ റോളുകൾ ഒത്തിരിയുണ്ട്, അതെല്ലാം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ നിൽപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഈ മീറ്റിംഗ് പ്രൈസ് ഗോഡ് കറക്റ്റ് ഒരു ടൈമിലാണ്, ജൂലൈയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനിയുള്ള 6 മാസം കൊണ്ട് നിങ്ങളെല്ലാം ഒന്നുകൂടെ എക്വിപ്ഡ് ആകണം. ഹല്ലേലൂയ. ദൈവം ഒരു വലിയ ഷിഫ്റ്റ് ഈ വിമൻ ഫെലോഷിപ്പിന് തരും. പ്രൈസ് ഗോഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം ഒരു വലിയ ഷിഫ്റ്റ് തരും സഹോദരിമാരെ, ദൈവം ഒരു വലിയ ഷിഫ്റ്റ് തരും. മുട്ടിന്മേൽ ഇരിപ്പാൻ നമുക്ക് കഴിയുമോ? നിനക്കൊരു പ്രാർത്ഥനാപ്പായ ഉണ്ടോ നിന്റെ വീട്ടില്? നീ അവിടെ ഒന്ന് മുട്ടുകുത്തിയിരുന്നെന്ന് കരയാമോ? ഒരു തുള്ളി കണ്ണുനീര് ഒഴുക്കാമോ? അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്ന അനേക യൗവനക്കാരെ കർത്താവ് ചെയ്തോളും കേട്ടോ, കർത്താവ് ചെയ്തോളും. പക്ഷെ അതിനുവേണ്ടി കരയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുകയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പ്രൈസ് ഗോഡ് നടക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അപ്പോൾ ഒന്ന് എഴുന്നേൽക്കണം. പ്രൈസ് ഗോഡ്. 1 രാജാക്കന്മാർ 19 മരിച്ചാൽ മതി എന്ന് പറഞ്ഞു കിടന്നിരുന്ന ഏലിയാവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദൂതൻ അവനെ തട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റു. ഏലിയാവിന് തനിക്ക് ചെയ്യുവാനുള്ള ജോലിയെക്കുറിച്ചൊന്നും ഒരു അറിവില്ലാത്ത പോലെ ഒരൊറ്റ പെണ്ണിൻ്റെ, പെണ്ണെന്ന് തന്നെ പറയാം, പ്രൈസ് ഗോഡ്, ഇസബേൽ, ഹല്ലേലൂയ, വാക്കിൽ തളർന്നു കിടന്നു. എന്നാൽ ദൈവത്തിന് അവനെ കൊണ്ട് വലിയ പദ്ധതികളുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. തനിക്ക് പിൻഗാമിയായിട്ട് എലീശായെ അഭിഷേകം ചെയ്യണമായിരുന്നു. ഹസായേലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണമായിരുന്നു. നിംഷിയുടെ മകൻ യഹൂരെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണമായിരുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കിടന്നവനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, നിങ്ങൾ ആരും തളർന്നു കിടക്കുവാനുള്ളവരല്ല. നിങ്ങൾ മറ്റുള്ളവരെ തമ്മിൽ എൻകറേജ് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഡ്യൂട്ടീസ് തമ്മിൽ ഷെയർ ചെയ്യണം. പ്രൈസ് ഗോഡ്. ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഐക്യത ഒരു കാലത്തും ഹല്ലേലൂയ വിട്ടുകളയരുത്. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ എഴുന്നേറ്റ് തിന്നുക എന്നാ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. തിന്നാൻ കൊടുക്കണമെങ്കിൽ ദൂതന്റെ കയ്യിൽ എന്തെങ്കിലും വേണമല്ലേ? ജീവന്റെ വചനമാകുന്ന അപ്പം ഹല്ലേലൂയ നമ്മുടെ കയ്യിൽ വേണം. പലപ്പോഴും നമ്മോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നവരോട് നമ്മൾ പറഞ്ഞു മാറും, പ്രാർത്ഥിച്ചോളാം. എന്നാൽ ദൈവദാസിമാരെ ഹല്ലേലൂയ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഞാൻ പറയും. ഞാൻ വിശ്വാസത്തിൽ വന്നത് നൈജീരിയയിൽ വെച്ചാ, ഒരിക്കൽ പോലും വിശ്വാസത്തിലാവുമെന്നൊന്നും ഓർത്തതല്ല. എന്നാൽ ഗ്രേറ്റ് കമ്മീഷൻ മൂവ്മെന്റ്, അതായത് ക്യാമ്പസ് ക്രൂസൈഡിന്റെ ഹല്ലേലൂയ വെസ്റ്റ് ആഫ്രിക്കൻ വിങ് ആണ് ഗ്രേറ്റ് കമ്മീഷൻ മൂവ്മെന്റ്. അവിടുന്ന് 3 മദാമ്മമാർ, അമേരിക്കയിൽ നിന്ന് 3 പേര് വന്നവര്. അവർക്ക് നൈജീരിയയിലെ കറൻസി നൈറായ. അവർക്ക് ബിൽ ബ്രൈറ്റ് അവിടെ ശമ്പളമൊക്കെ ഡോളറായിട്ട് കൊടുക്കും, പക്ഷെ അവർക്ക് ജീവിക്കാൻ നൈറ വേണം. അപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാനായിട്ട് അവർ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവരെന്നെ വന്ന് മീറ്റ് ചെയ്തപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞൊരു സെൻറ്റൻസ്, മിസ്സസ് ജോൺ, യു സ്റ്റാർട്ട് മെമ്മറൈസിങ് വേഴ്സസ്. എൻ്റെ സാക്ഷ്യം എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് പറയാതെ എനിക്കൊരു സാക്ഷ്യമില്ല, ഇത് പറയാതെ എനിക്കൊരു പ്രസംഗമില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ പ്രസംഗിച്ചാലും ദൈവദാസിമാരെ, നിങ്ങൾ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ വചനം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ വചനം മനസ്സിലാക്കിയെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹല്ലേലൂയ നിങ്ങൾ നടന്നു കയറേണ്ട തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നിങ്ങളെ നടത്തും. നിങ്ങളായിരിക്കുന്ന പ്രതികൂല വിഷയത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളെ ഹല്ലേലൂയ കൈ നീട്ടിയ പെരുവെള്ളത്തിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ വലിയ ദൈവത്തിന്റെ മുമ്പിൽ ചില തീരുമാനങ്ങൾ എടുക്കുക. ഹല്ലേലൂയ. 1 അധ്യായമോ 5 അധ്യായമോ എത്ര വേണമെങ്കിലും വായിര്.
എന്നാൽ അന്ന് വായിക്കുന്ന ഭാഗത്ത് നിന്ന് ഞാൻ ഹല്ലേലൂയ ഉറപ്പായി പറയട്ടെ, നിങ്ങൾക്കറിയാം ഒരു വാക്യമെങ്കിലും പോപ്പപ്പ് ചെയ്ത് മുകളിൽ വരും, നമ്മളെ ടച്ച് ചെയ്യും അല്ലേ? ആ വാക്യം ഒന്ന് എഴുതി വെക്കാമോ? ഹല്ലേലൂയ, ആ വാക്യം ഒന്ന് എഴുതി വെക്കാമോ? അത് ബുദ്ധിയിൽ പഠിച്ച് ബുദ്ധിയിലിരിക്കാനല്ല, ഞാൻ പറയട്ടെ, അത് ഈ ഹൃദയത്തിലേക്ക് ഇറങ്ങും. അന്ന് പകൽക്കാലം ആരെങ്കിലും നിങ്ങളെ ഒന്ന് കാണുമ്പോൾ, നിങ്ങളോടൊരു വിഷയം പറയുമ്പോൾ, ആ വചനം അവർക്ക് അങ്ങോട്ട് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ടെന്നേ. ദൈവവചനം ഇങ്ങനെയാ സഹോദരി പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയും, പേഴ്സിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിലല്ലേ ഒരാൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. കേൾക്കുന്ന വചനം വിശ്വസിക്കണം, അത് അംഗീകരിക്കണം, അത് സംഗ്രഹിക്കണം. ഹല്ലേലൂയ. അത് അനുസരിക്കണം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, എഴുന്നേൽക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ ദൂതൻ കൊണ്ടുവന്ന അപ്പം കൊടുത്തു. ഏലിയാവ് എഴുന്നേറ്റു. ഹല്ലേലൂയ. അതിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ഓരേബോളം ഓടിയെന്നാ പറഞ്ഞതെങ്കിൽ തളർന്നു കിടക്കുന്ന സഹോദരിമാരെ ഒന്ന് ഉണർത്തുവാൻ തക്കവണ്ണം ദൈവ പൈതലെ ജീവന്റെ അപ്പം നിന്റെ കയ്യിൽ കാണണം. അപ്പോൾ വേദോസം തുറക്കാൻ പോകരുത്. നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ മാംസഫലകമേൽ എഴുതി വെച്ച വചനം കാണണം. അല്ലേ? ജീവിതാനുഭവത്തിൽ നിന്ന് പറയാൻ അനേക ഉദാഹരണങ്ങളുണ്ട്. അതിനൊന്നും ഞാൻ സമയമെടുക്കുന്നില്ല. ഹല്ലേലൂയ. പഠിച്ച കാലത്ത് പഠിച്ചതിനെ കഴിഞ്ഞും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇപ്പോഴാണ് വചനം പഠിക്കാൻ ഏറ്റവും എനിക്ക് ഉത്സാഹം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചെറുപ്പകാലത്ത് പഠിച്ചു നടന്നപ്പോൾ അങ്ങ് പഠിക്കുമായിരുന്നു. അവിടെ സെൻറ് തോമസ്, അവിടെ ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോൾ എല്ലാവരും എന്നെ വണ്ടെന്നാണ് വിളിക്കുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ മൂളി അല്ലാണ്ട് ഒന്നും വായിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ MSc ഒക്കെ വലിയ പൊണ്ണക്കാടൻ ടെക്സ്റ്റ് അല്ലേ, എന്നാലും എനിക്ക് മൂളണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ തിരിച്ചേച്ചോട് രാവിലെ പറഞ്ഞു, ഞാൻ താമസത്തിൻ്റെ അപ്പുറത്തെ ഹല്ലേലൂയ ആ റൂമിൽ പോയിരുന്ന് ഞാൻ ഇങ്ങനെ വചനം ഇങ്ങനെ ഒച്ചത്തി വായിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്. ഓക്കെ, പോട്ടെ. ഹല്ലേലൂയ. എഴുന്നേൽക്കണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞ് ചിലരെ എഴുന്നേൽപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. മീകാ പ്രവചനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക, നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പിനെ അവൻ താമ്രവുമാക്കും. ജീവിതത്തിൽ വിഷയങ്ങൾ വരത്തില്ല എന്നല്ല, വിഷയങ്ങൾ വരും. എന്നാൽ ഹല്ലേലൂയ, പാമ്പിനെയും തോളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം അധികാരം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഒന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റെങ്കിലേ നിനക്ക് മെതിക്കാൻ പറ്റത്തുള്ളൂ. ചിലതിനെ ഒന്ന് മെതിക്കുവാൻ അത് ഹല്ലേലൂയ നമ്മുടെ മേൽ ആധിപത്യം നടത്താതെ ശത്രുവിന്റെ സകല തന്ത്രങ്ങളുടെ മേലും ഒരു ജയം പ്രാപിപ്പാൻ തക്കോണം, അതിനെ മെതിപ്പാൻ തക്കോണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ സങ്കടങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. ഭക്തന്മാർക്ക് തീർച്ചയായിട്ടും വരും. ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ അനേക വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുത്തു. വാഗ്ദത്തങ്ങൾ കയ്യിലുണ്ട്. അവർ പോകുന്നത് മിസ്രൈം വിട്ട് ഹല്ലേലൂയ കനാനിലേക്കാ, പ്രോമിസ് ലാൻഡിലേക്കാ. ആൻഡ് ഓൾ ദ പ്രൊവിഷൻസ് ആർ ദെയർ. എല്ലാ പ്രൊവിഷൻസും അവിടെയുണ്ട്. വാഗ്ദത്തം കയ്യിൽ പ്രാപിച്ച ദൈവ പൈതലേ, നിനക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിലെ ഒരു യാത്ര ഹല്ലേലൂയ മുഴുവൻ പ്രോബ്ലംസാ. എന്നാൽ ഹല്ലേലൂയ ആ യാത്രയിൽ നീ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ ആ യാത്രയിൽ പഠിപ്പിക്കുന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ നിന്റെ ടെസ്റ്റിമണി ഒന്ന് വിശ്വസിക്കാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ, ഇന്ന് നമ്മൾ ചെങ്കടലും ഇന്ന് നമ്മൾ യോർദാനും ഹായും എരിഹോയും എല്ലാം ഹല്ലേലൂയ ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അങ്ങ് സന്തോഷിക്കും അല്ലേ? പക്ഷേ ഹല്ലേലൂയ അത് വലിയ ടെസ്റ്റിമണി ആയിട്ട് ഇന്ന് മാറുന്നത് എന്തുകൊണ്ടാ? Praise God. From the place of bondage till they reach the place of inheritance. മുഴുവൻ വിൽഡർനെസ്സാ. ഹല്ലേലൂയ. വിൽഡർനെസ്സിൻ്റെ അനുഭവം അനുഭവിക്കുന്ന ആരെങ്കിലും ദൈവപൈതൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, യുവർ ഇൻഹെറിറ്റൻസസ് ആർ ദെയർ. പ്രോമിസ് പറഞ്ഞ ദൈവം, വാഗ്ദത്തം പറഞ്ഞ ദൈവം ഒരിക്കലും അത് വിട്ടുമാറത്തില്ല. അതുപോലെ ചെയ്തെടുക്കും അവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിനും ഒരു അവസാനമുണ്ട്. കാരണം കർത്താവ് നമുക്ക് അനുകൂലമായി നിൽക്കുക. ജീവിതത്തിൽ വരുന്ന ഇരുട്ടിനെ അവൻ മാറ്റി പ്രകാശമാക്കും. ജീവിതത്തിൽ വരുന്ന രോഗങ്ങളെ അവൻ മാറ്റി അവൻ സൗഖ്യമാക്കും. ജീവിതത്തിൽ വരുന്ന ഞെരുക്കങ്ങളെയും അവൻ മാറ്റി നമ്മെ വിശാലതയിലേക്ക് നടത്തും. അതിനുവേണ്ടി പക്ഷെ നാം എന്ത് ചെയ്യണം? നാം ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. ദൈവസന്നിധിയിൽ നാം എഴുന്നേൽക്കണം. ഇന്ന് ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാവുള്ളൂ. കർത്താവെ, നീ ആഗ്രഹിക്കുന്നത് പോലെ നീ എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കുവാൻ ഉദ്ദേശിക്കുന്നോ അതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം
ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു സമർപ്പണ ബോധത്തോടെ പോകണം. എല്ലാം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. വേദപുസ്തക വായന, പ്രൈസ് ഗോഡ്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുറേ തിയോളജി അറിഞ്ഞിട്ടൊരു കാര്യവുമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുവാനുള്ള ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് അത് ചെയ്യണം. ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവന്റെ മുമ്പിൽ ഹല്ലേലൂയ സിംഹങ്ങൾ മുട്ടുമടക്കും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. കുടുംബത്തെ പണിയുവാൻ തക്കവണ്ണം ദൈവദാസിമാരെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, പേരന്റിങ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. എൻ്റെ പേരന്റിങ് എന്ന് അവസാനിക്കും? എൻ്റെ കണ്ണടയുന്നിടം വരെ. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഏൽപ്പിച്ച കുഞ്ഞുങ്ങളുടെ കണക്ക് നമ്മൾ അവിടെ ചെന്ന് കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, 4 കുഞ്ഞുങ്ങളും ആരും എൻ്റെ അടുത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് രാവിലെയും ഞാൻ ജനിപ്പാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും കേട്ടോ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ 4ാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അന്ന് ദൈവം എന്നോട് പറഞ്ഞതാണ്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവേ, എൻ്റെ ആംനിയോട്ടിക് ഫ്ലൂയിഡ്, എൻ്റെ വിഷയം സോളജിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് യേശുവിൻ്റെ ഒരു തുള്ളി രക്തം നീ ഒഴിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മരുമക്കൾക്ക് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാനങ്ങ് പോട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ ഹല്ലേലൂയ ഏത് വിധത്തിലുള്ള പ്രതികൂലം അനുഭവിക്കുവാണെങ്കിലും നാം ഒന്ന് എഴുന്നേൽക്കണം. ഹന്ന എഴുന്നേറ്റ് പോയ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചോ. അല്ല, ഞാൻ വായിക്കാം. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന എങ്ങോട്ടാണ് എഴുന്നേറ്റ് പോയത്? ഹന്ന പോയത് ദൈവസന്നിധിയിലേക്ക്. ബാരൻനെസ് ഓഫ് ഹന്ന. പ്രൈസ് ഗോഡ്. അത് കാരണം ഹല്ലേലൂയ പെനീന അവളെ മുഷിപ്പിക്കുമായിരുന്നു. ആ മുഷിപ്പ് അവളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം എ ബേർഡൻ. ബാരൻനെസ് മാറി അതൊരു ബേർഡനായി തീർന്നവർക്ക്. അവളുടെ മനസ്സ് തകർന്നു. ഹല്ലേലൂയ. ബ്രോക്കൺനെസ് ഓഫ് ഹന്ന. എന്നാൽ മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, അവിടെ ഒരു കാര്യവും കൂടെ ബി വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ബ്ലെസ്സഡ്നെസ് ഓഫ് ഹന്ന. ഹന്നായെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഹന്ന മനോവ്യസനം അനുഭവിച്ചെങ്കിലും അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് അവൾ എഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പോയി മുട്ടുമടക്കി. അവൾ കരഞ്ഞു. അവൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു, ഒരു നേർച്ച നേർന്നു. ദൈവം അവൾക്ക് കൊടുത്ത പൈതല്, പ്രൈസ് ഗോഡ്, പുരോഹിതനായിട്ട്, പ്രവാചകനായിട്ട്, ന്യായാധിപനായിട്ട് ഇരുന്ന ഒരേ ഒരു വ്യക്തിയെ ഈ ബൈബിള് പറയുന്നുള്ളൂ. അതാരാ? ശമൂവേൽ. പ്രൈസ് ഗോഡ്. ദൈവം തരുന്നത് ശ്രേഷ്ഠമായിരിക്കും. ഇന്ന് നീ കാണുന്നില്ലെങ്കിലും ആ ശ്രേഷ്ഠത്തിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെടും. വിശ്വസിക്കുക. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. ദൈവം വലിയ പ്രവൃത്തി ചെയ്യും. ദൈവം നമ്മുടെ ഇല്ലായ്മയെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്ക്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനുശേഷം പിന്നെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് ഭവനത്തിൽ ഏത് കാര്യത്തിലാ ശൂന്യത? ഹന്ന എഴുന്നേറ്റ് പോയത്, ഹന്നയ്ക്ക് തലമുറയില്ല, എന്നാ ശൂന്യതയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, വേറെ ഏത് മണ്ഡലത്തിലാ? സന്തോഷത്തിലാണോ ശൂന്യത? ഐക്യതയിലാണോ ശൂന്യത? സമാധാനത്തിലാണോ ശൂന്യത? സന്തോഷത്തിലാണോ ശൂന്യത? ശൂന്യതകളെ പണിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ശൂന്യശിഷ്ടങ്ങളെ പണിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിച്ച് ഉറക്കെ, ശൂന്യതകളെ നമ്മുടെ ദൈവം പണിത് തരും, പണിത് തരും, പണിത് തരും. മനസ്സിലാക്കണമേ. പ്രൈസ് ഗോഡ്. ഈ ഏലി പുരോഹിതന്റെ മക്കള് ഹല്ലേലൂയ വഴിപാടിനെ നിന്ദിച്ച് നടന്ന കാലത്ത് ആലയത്തിൽ ഒരു ശമൂവേൽ വളർന്നു വരുവാൻ കൊണ്ടമിടയായി. ആര് പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മാതാക്കളെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ നാളിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും തലമുറ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കണം. അങ്ങനല്ല, നെക്സ്റ്റ് ജനറേഷൻ. ഹല്ലേലൂയ. ഒരു ജനറേഷൻ നമ്മുടെ പുറകെ വരുന്നുണ്ട്. നമ്മുടെ സഭയിൽ ഒരു ജനറേഷൻ പുറമേ വരുന്നുണ്ട്.
നിങ്ങൾ ഒത്തിരി പേരൊക്കെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും. ആ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സൺഡേ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും അവരിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കും അവരുടെ ജീവിതത്തെ ആകമാനം ഹല്ലേലൂയ മാറ്റിമറിച്ചത്. പ്രൈസ് ഗോഡ്, തീർച്ചയായിട്ടും കേൾക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഞാൻ പറഞ്ഞില്ല അമ്മമാർ ടീച്ചർ ആയതുകൊണ്ട് പ്രൈസ് ഗോഡ് നിങ്ങൾ ബുദ്ധി ഉപദേശിക്കാതിരിക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഹല്ലേലൂയ അനേക നരഭോജികളെ നരസ്നേഹിയാക്കി മാറ്റിയ ആഫ്രിക്കയിലെ മിഷണറിയാ. ഡേവിഡ് ലിവിങ്സ്റ്റനെ അമ്മ എപ്പോഴും കുഞ്ഞിലെ മടിയിലിരുത്തിക്കൊണ്ട് കരയുമ്പം ഈ കണ്ണുനീര് കുഞ്ഞിൻ്റെ തലയിലോട്ട് വീഴും. അപ്പോൾ ഈ കുഞ്ഞൊരു ദിവസം അമ്മയോട് ചോദിച്ചു, യോ ഇതെന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എൻ്റെ കണ്ണുനീരാ, അത് നിൻ്റെ തലയിൽ വീണാലുണ്ടല്ലോ അത് വലിയ ഉരുക്ക് പോലെ നിൻ്റെ തലയെ ആക്കുമെന്ന് പറഞ്ഞു. കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. താൻ ആഫ്രിക്കയിൽ പോയി. ഒരു പ്രാവശ്യം താൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഒരു കൂട്ടം തൻ്റെ കുടിലിനെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇത് ഡേവിഡ് ലിവിങ്സ്റ്റൺ അറിയുന്നില്ല. എന്നാൽ പ്രാർത്ഥിച്ച് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചുറ്റും മുട്ടുകുത്തി നിൽക്കുക. അപ്പോൾ അവരുടെ ഒരു ഗോത്ര തലവൻ എഴുന്നേറ്റ് വന്നേച്ച് പറഞ്ഞു, ഞാൻ 2 ആഴ്ച മുമ്പ് എൻ്റെ കുന്തവുമായി നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നതാ. ആ കുന്തം വെച്ച് നിന്നെ കുത്താനായിട്ട് മുട്ടുകുത്തി കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. കുത്താനായിട്ട് ഞാൻ നിന്റെ തലയിലേക്ക് ഓങ്ങിയപ്പോൾ നിന്റെ തല ഉരുക്കുപോലെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ കുന്തം ഒടിഞ്ഞു പോകുമെന്ന്. ഞാൻ നിന്നെ അത് ചെയ്തില്ല. ദേവദാസിമാരെ, ഒരമ്മയുടെ വാക്ക്, ഒരമ്മയുടെ കണ്ണുനീര്, ഒരമ്മയുടെ പ്രാർത്ഥന പ്രൈസ് ഗോഡ് വലുതാ. ഒരു റിസൾട്ടും കാണുന്നില്ലെങ്കിലും ഹല്ലേലൂയ വിട്ടുകളയാതെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ഹല്ലേലൂയ ഈ പറഞ്ഞ റെഫറൻസ് ചെയ്യുന്നൊന്നും നിങ്ങൾ ഗ്രഹിച്ചില്ലെങ്കിലും ഞാൻ പറയട്ടെ, വീട്ടിൽ പോയി നിങ്ങളുടെ പ്രാർത്ഥനാമുറി ഒന്ന് സജീവമാക്ക്. ഹല്ലേലൂയ. ഹവ്വായുടെ മേൽ ചീറ്റിയ വിഷശക്തി ഉണ്ടല്ലോ, ഇന്നും തലമുറയുടെ മേൽ ചീറ്റുവാൻ, ഇന്നും തലമുറയുടെ മേൽ കൊത്തിവെക്കുവാൻ ഹല്ലേലൂയ തക്കം പാർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ മുറികൾ സജീവമാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ സമയമൊന്ന് കൂട്ടട്ടെ. ഹല്ലേലൂയ. ആരാധിക്കാൻ പറഞ്ഞപ്പോൾ കർത്തദാസി പറഞ്ഞല്ലോ, അന്യഭാഷയിൽ നിങ്ങൾ ആരാധിക്കുക. ദേവദാസിമാരെ, അന്യഭാഷയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഏത് മണ്ഡലത്തെയാ ടച്ച് ചെയ്യുന്നെന്ന്. പക്ഷേ കർത്താവിന് ആ ഭാഷ മനസ്സിലാകും. ഹല്ലേലൂയ. അത് കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ കർത്തദാസൻ പറഞ്ഞൊരു സംഭവ കഥയാ. ഹല്ലേലൂയ. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ആ വീട്ടിലെ അമ്മയുടെ കുഞ്ഞു പോയി ഹല്ലേലൂയ ഒരു ഹൈ ടെൻഷൻ വയറ് കയറി പിടിച്ചു. ഒരു വയറിൽ കയറി പിടിച്ചിട്ട് കുഞ്ഞു കടന്ന് പിടയ്ക്കുക. എല്ലാം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. എല്ലാവരും വീഴ്ച നിന്നപ്പോൾ ഈ അമ്മ ശക്തിയോടെ അന്യഭാഷ പറഞ്ഞു ചെന്ന് ഈ കൊച്ചിനെ അതിൽ നിന്ന് വിടുവിച്ചെടുത്തു. ഹല്ലേലൂയ. അന്യഭാഷയ്ക്ക് ശക്തിയുണ്ടോ? ഹല്ലേലൂയ. അന്യഭാഷയെ പുച്ഛിക്കുന്നവരും കുറച്ച് കാണുന്നവരും കണ്ടോട്ടെ, നീ അന്യഭാഷയിൽ ആരാധിക്ക്. ഹല്ലേലൂയ. അനേകം മേഖലകളെ നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന, നിന്റെ ജീവിതത്തിൽ നിന്നെ കുത്തി നോവിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അനേക മണ്ഡലങ്ങളെ ടച്ച് ചെയ്തായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അനേക നുകക്കൈകളെ ഒടിച്ചു കളയും. ഓ ഹല്ലേലൂയ. ഒന്ന് ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂല വിഷയത്തെ, ഓരോരുത്തരുടെ വിഷയത്തെ നിങ്ങളൊന്ന് കണ്ടേ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് ചില വിഷയങ്ങൾ കെട്ടുപോട്ടെ. ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കെട്ടിവെച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ യഹോവ റഫയായി, യഹോവ നിസ്സിയായി, യഹോവ ശമയായി വെളിപ്പെടട്ടെ. ഓ രഘബബബ ശരബബ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തില് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യഹോവ റഫ വെളിപ്പെടട്ടെ. ഓ വെളിപ്പെടട്ടെ. ബലഹീനതകൾ ശക്തീകരിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇരുന്നാണേലും
പ്രൈസ് ഗോഡ് സമയം കണ്ടെടുത്ത് മാറ്റിവെച്ച് അന്യഭാഷയിൽ ഇന്ന് ആരാധിപ്പാൻ തക്കോണം ദൈവമക്കളെ നാം ഒരുങ്ങണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അന്ധകാര ശക്തികൾ മാതാക്കളെ നമ്മൾ കരഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റും, കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റും, കുഞ്ഞുങ്ങളെ ആരാധനയിൽ നിന്ന് അകറ്റും. ഈ നാളിൽ അതുകൊണ്ട് പ്രൈസ് ഗോഡ് ഭവനം പണിയുന്നതിൽ പ്രൈസ് ഗോഡ് വലിയൊരു പങ്ക് നമുക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നെഹമ്യാവ് പറഞ്ഞില്ലേ, പോസിറ്റീവ് കൺഫെഷൻ എപ്പോഴും വേണം. ഹല്ലേലൂയ. അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവസന്നിധിയിൽ പണിയുവാൻ തക്കവണ്ണം നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെങ്ങനെയാ ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഏത് ചുറ്റുപാടിലും അവരായിരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങൾ. ഞാൻ പറയട്ടെ, ഒരു സ്പോഞ്ച് എടുത്ത്, ഞാൻ പറയാം കുഞ്ഞുങ്ങൾ സ്പോഞ്ച് പോലെ, ഒരു സ്പോഞ്ച് എടുത്ത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടേച്ച് ആ സ്പോഞ്ച് എടുത്ത് പിഴിഞ്ഞാൽ എന്തോ കിട്ടും? എണ്ണ കിട്ടും. നാരങ്ങ വെള്ളത്തിനകത്തോട്ട് ഈ സ്പോഞ്ച് ഇട്ടിട്ട് നമ്മളെടുത്ത് പിഴിഞ്ഞാൽ എന്തോ കിട്ടും? നാരങ്ങ വെള്ളം കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ നാളുകളിൽ തലമുറകളെ ഓർത്ത് കൂടുതൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ സജീവമാകട്ടെ. മനസ്സിലാക്കണം, ഹല്ലേലൂയ, കഴിഞ്ഞ കാലങ്ങൾ പോലെ അല്ല ഈ കാലങ്ങൾ. നമ്മൾ അറിയത്തില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഹല്ലേലൂയ യോസഫിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം അത് മതിലിന്മേൽ പടർന്നിരിക്കുന്നു. അപ്പം ദൈവാത്മാവ് ഹല്ലേലൂയ എനിക്കൊരു വെളിപ്പാട് തന്നത്, മതിലിന്മേൽ പടർന്നൊരു സാധനം ഇപ്പം പാഷൻ ഫ്രൂട്ടാണ്, മതിലിന്മേൽ അങ്ങ് പടർന്ന് കിടക്കുക. അകത്തുള്ളവർക്കും പറിച്ച് തിന്നാം, പുറത്തുള്ളവർക്കും പറിച്ച് തിന്നാം. ചില കുഞ്ഞുങ്ങൾ വീട്ടിൽ നല്ല പിള്ളേരാന്നേ, അമ്മ അതിനകത്തൊക്കെ സന്തോഷിച്ചിരിക്കുക. പക്ഷെ പുറത്തോട്ടിറങ്ങി ഒന്ന് ചോദിക്കണം. ഹല്ലേലൂയ. ചില പിള്ളേർ വീട്ടിൽ തലവേദനയായിരിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ നല്ല കുഞ്ഞ് കളിക്കുന്നവരായിരിക്കും. ഞാൻ പലപ്പോഴും പറയും ഹല്ലേലൂയ, അഭിനയം, പ്രൈസ് ഗോഡ്, ഹിപ്പോക്രസി, ഹല്ലേലൂയ, ആ ഭാഗത്ത് അതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത് പറയാനൊന്നും ആഗ്രഹിച്ച വിഷയമല്ല, അതൊക്കെ ഞാൻ വിടുക. അതുകൊണ്ട് ഈ നാളിൽ ഓരോ ശുദ്ധീകരണത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ നിർമ്മതരായിരിക്കാം, ഒരുങ്ങിയിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. മുമ്പന്മാരായിരിക്കാം സൽപ്രവൃത്തികളിൽ. എപ്പോഴും പോസിറ്റീവായിട്ട് കൺഫസ് ചെയ്യണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സംസാരിക്കണം. ഞാൻ പറയട്ടെ ഹല്ലേലൂയ, സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് നടത്തിയ ഒരു സർവേയിൽ പറയുന്നത്, നമ്മൾ 7 പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരു കുഞ്ഞിനോട് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു നെഗറ്റീവ് പിന്നീട് ആ കുഞ്ഞിനോട് പറയുവാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ മേൽ വന്ന് വീഴുന്നത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ, ആ 7 അനുഗ്രഹത്തെയും വലിച്ചെടുക്കുമെന്നാ. പ്രൈസ് ഗോഡ്. അതായത് ഹല്ലേലൂയ, നീ മിടുക്കനാകട്ടോ മോനെ, ദൈവം അനുഗ്രഹിക്കും മോനെ, നീ തീർച്ചയായിട്ടും അത് പാസ്സാകുമെന്നേ, നിനക്കത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അത് ലഭിക്കും, ഈ ഒരു ദൂത് നിനക്കുള്ളതല്ല, എല്ലാം പറഞ്ഞ് കുഞ്ഞിനെ നമ്മളങ്ങ് എൻകറേജ് ചെയ്യുക. എന്നാൽ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മുടെ ദണ്ണവും ദേഷ്യവും തീർക്കുവാൻ തക്കണം നീ ശരിയാകത്തില്ല. ദേവദാസന്മാരെ ഓർത്തോണം കേട്ടോ. 7 അനുഗ്രഹങ്ങൾ ഓൾറെഡി ആ കുഞ്ഞിൻ്റെ മേൽ ദൈവം കൊടുത്തതാണ്. 7 പൂർണ്ണതയെ കാണിക്കുന്നതാണ്. അതായത് ദൈവം ആ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നാൽ നിൻ്റെ വാക്കതിന്മേൽ വന്ന് വീണാലുണ്ടല്ലോ, നിൻ്റെ ഒരു വാക്കതിന്മേൽ വന്ന് വീണാലുണ്ടല്ലോ, ആ അനുഗ്രഹത്തെ മുഴുവൻ അത് വലിച്ചെടുക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാക്കണമേ, നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. യെബേസ് അമ്മ പറഞ്ഞത് വ്യസനപുത്രൻ എന്നാ, പക്ഷെ ദൈവം അവനെ ഏറ്റവും മാന്യനാക്കി. ദൈവം അവനെ മാന്യനാക്കി എന്നല്ല പറയുന്നത്, ദൈവം അവനെ ഏറ്റവും മോർ ഹോണറബിൾ. പ്രൈസ് ഗോഡ്. എന്നാൽ എബേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഞാൻ അതിലേക്ക് കയറുന്നില്ല, ഈ ഫസ്റ്റ് ഇത് മാത്രം ഒന്ന് പറയാം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. യു ബ്ലെസ് മീ ഇൻഡീഡ്. ഈ ഇൻഡീഡ് എന്നുള്ള വാക്ക്, ഈ നിശ്ചയം എന്നുള്ള വാക്ക് മൂലഭാഷയിൽ ഞാൻ പറയട്ടെ 5 എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ വിലയാണ് അതിനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടട്ടെ, ഇങ്ങനെ ഇടുമല്ലോ, ഒരു വരയും ഒരു കുത്തും, അതെന്ന് പറഞ്ഞാൽ ആശ്ചര്യചിഹ്നം. ദാറ്റ് മീൻസ് സംതിങ് മാർവലസ് ഹാഡ് ഹാപ്പൻഡ്, സംതിങ് ഗ്രേറ്റ് ഹാസ് ഹാപ്പൻഡ്. അതതിൻ്റെ അർത്ഥം. സംതിങ് വണ്ടർഫുൾ ഹാസ് ഹാപ്പൻഡ്. അത് ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നത്. എന്നാൽ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഒത്തിരി വാക്കുകളുണ്ട് കേട്ടോ. നിശ്ചയം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ബൈബിളിൽ നിശ്ചയം 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 എന്ന് പറയുന്നുണ്ട്. നിശ്ചയം, ഇൻഡീഡ് എന്ന് പറയുന്ന വാക്ക് ഹല്ലേലൂയ അതിൻ്റെ എബ്രായ മൂലഭാഷയിൽ വന്നു കഴിയുമ്പോൾ
ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, 5 എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ വിലയാണ് ഉള്ളത്. പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ തലമുറയെ നീ നിശ്ചയമായി അനുഗ്രഹിക്കണം. എൻ്റെ കർത്താവേ, എന്നെ നീ നിശ്ചയമായി സൗഖ്യപ്പെടുത്തിയേ മതിയാവുള്ളൂ. ഹല്ലേലൂയ. കർത്താവേ, നീ എന്നെ നിശ്ചയമായി എൻ്റെ വിഷയം പരിഹരിച്ചേ പറ്റുള്ളൂ. യഹോവേ, നിശ്ചയമായി ഈ മതിലെനിക്ക് ചാടി കടക്കുവാൻ ഇടയാക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയും, ഹല്ലേലൂയ, ഒരു പ്രസംഗമൊക്കെ കേട്ടിട്ട് എനിക്ക് വലിയ 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 തിയോളജിയൊന്നും വേണ്ട, ഇതുപോലെ ഇപ്പം നിശ്ചയമായെന്നുള്ളൊരു വാക്ക് കിട്ടിയാൽ മതി, എനിക്ക് സന്തോഷമാണ്. ഞാൻ അതുകൊണ്ട് അങ്ങ് പോകും വീട്ടിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ കരുതിക്കൊള്ളണമേ. ഞാൻ അമ്മമാരെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദർ തെരേസ പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. മദർ തെരേസ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, മദർ ഈസ് എ ബാങ്ക് where everybody in the house deposit their anger, deposit their hurt, deposit their worry. അല്ലേ? ഭർത്താവാണെങ്കിലും പിള്ളേരാണെങ്കിലും അവരുടെ ദേഷ്യവും അവരുടെ വറിയും, അല്ലേ, അവരുടെ ഹേർട്ട് ഫീലിങ്സും എല്ലാം കൊണ്ട് ആരുടെ മേല ചാർത്തുന്നത്? അമ്മയുടെ മേല. സ്വന്തം പ്രസവിച്ചില്ലെങ്കിലും മദർ തെരേസ മറ്റു കുഞ്ഞുങ്ങളെ വളർത്തിയ ആ ഭക്തയായ സ്ത്രീ പറഞ്ഞിരിക്കുന്നതാ. അതുപോലെ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്, മദർ ഈസ് ദ സിമെന്റ് that joins everybody in the house together. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നെറ്റി ചുളിച്ച് ദേഷ്യപ്പെട്ട് എത്ര ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥന വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്? നമ്മൾ കാരണം. പ്രൈസ് ഗോഡ്. തന്നെ അങ്ങ് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണം, ഹല്ലേലൂയ, ജീവിതത്തിൽ ഭവനത്തിൽ എല്ലാവരുടെയും വേദനകളും എല്ലാവരുടെയും ഇഷ്ടങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുവാൻ തക്കോണം, പ്രൈസ് ഗോഡ്, ദൈവം നമ്മെ ആക്കിയിരിക്കുക. നാം എന്ത് ചെയ്യണം? നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. നമ്മൾ എഴുന്നേൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1/2 മണിക്കൂറുണ്ടല്ലേ? ഓക്കെ. നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം പ്രകാശം പരത്തുന്നവരായിരിക്കണം. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മെഴുകുതിരിയാന്ന്. ഏത് കൂട്ടായ്മയിൽ പോയാലും ഏത് കൂടിവരവിൽ പോയാലും 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ കർത്താവ് ഇരുത്തി പഠിപ്പിച്ച കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നാം ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ. കൊയർ എത്ര ഇവിടെ തകർത്ത് പാടിയാലും, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ ഒച്ചത്തി പാടിയാലും, നീയും കൂടെ പാടുന്നുണ്ട്, സമ്മതിച്ചു. എന്നാൽ റിയലി ദാറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്, ദാറ്റ് ഇൻറ്റിമസി വിത്ത് ഗോഡ്, ഹല്ലേലൂയ, ആ യേശു അപ്പച്ചൻ്റെ ആ സ്പർശനം എത്ര പേര് ഇന്ന് പകൽക്കാലം അനുഭവിച്ചു? കൂട്ടായ്മയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, ഹല്ലേലൂയ, നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നീ എന്നെ സഹായിക്കണം. ഞാനിങ്ങനെ പറയും, ഓൾ പീപ്പിൾ ലൈക്ക് പ്രസൻസ് ഫ്രം ഗോഡ്. ദൈവം തരുന്ന പ്രസൻറ്റുകളില്ലേ, ഹല്ലേലൂയ, ഒരു അഡ്മിഷനോ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ വിടുതലുകൾ, അത് നമുക്ക് വലിയ ഇഷ്ടമാണ്. ബട്ട് വെരി ഫ്യൂ ലൈക്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പ്രസൻറ്റുകളൊക്കെ പുറകെ പോന്നോളും. ഹല്ലേലൂയ. നീ ദൈവത്തെ അനുഗമിക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രൈസ് ഗോഡ്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും ദൈവ പൈതലെ നിന്നെ പിന്തുടരും. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. രണ്ടാമത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവെ, നീ എന്നിൽ പ്രസാദിക്കണം. നീ എന്നിൽ പ്രസാദിക്കണം. അതായത് ദൈവമുഖം നമ്മുടെ മേൽ പ്രകാശിക്കണം, ദൈവം നമ്മിൽ പ്രസാദിക്കണം. നമുക്കറിയാം, ഹാബേൽ കൊണ്ടുപോയി യാഗം കഴിച്ചു, ദൈവം അതിൽ പ്രസാദിച്ചു. കയീൻ യാഗം കഴിച്ചു, കയീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെ, ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. ഞാൻ ഇന്നിവിടെ വന്ന് പ്രസംഗിക്കുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. പ്രൈസ് ഗോഡ്. എൻ്റെ അന്തരംഗങ്ങളും ഉൾപ്പൂവോളും അറിയാവുന്ന ദൈവം എന്നിൽ പ്രസാദിച്ചുണ്ടോ എന്ന് നോക്കിയേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം, എന്തെങ്കിലും ഒരു മാർക്ക് സ്വർഗത്തിൽ ദൈവം ഇടത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. മൂന്നാമത്, ദൈവ മഹത്വം നമ്മിലൂടെ വെളിപ്പെടണം. ഈ 3 കാര്യം ഓർക്കുമോ ഇനി ദൈവസന്നിധിയിൽ ചെല്ലുമ്പം? കർത്താവെ, ദൈവമഹത്വം. ഹല്ലേലൂയ. കർത്തദാസി പറഞ്ഞു, പ്രൈസ് ഗോഡ്, കർത്താവ് തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു മീറ്റിങ്ങിന് പോയാൽ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളതെല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കും.
പ്രൈസ് ഗോഡ്. എന്നിട്ട് ഞാൻ അതുകൊണ്ട് അങ്ങ് പോകും കേട്ടോ ജൂഡി. സ്തോത്രം. ഹല്ലേലൂയ. കർത്തദാസൻ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നതും കേട്ട് പ്രാപിക്കാനിരിക്കുക ഞാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, നമ്മിൽ ദൈവം പ്രസാദിക്കണം. ഹല്ലേലൂയ. നമ്മിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. അതിന് നാം ദൈവത്തിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യം അനുഭവിപ്പാനിട വരണം. ഞാൻ പറഞ്ഞല്ലോ, സഹോദരിമാർ, നമ്മൾ അമ്മ, ഭാര്യ, ആദ്യം മകളെന്നായിരുന്നു അല്ലേ, പിന്നെ അമ്മായിമാർ, നമ്മുടെ ഇതങ്ങ് നീണ്ടു പോവുക അല്ലേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഞാൻ സാധാരണ പറയും, നമ്മളെല്ലാം ഒരു ലൈറ്റ് ഹൗസായിട്ട് നിൽക്കണം. ലൈറ്റ് ഹൗസ്, വെളിച്ചം പകരുന്നവരായിട്ട് നിൽക്കണം. ലൈറ്റ് ഹൗസിൻ്റെ ഹല്ലേലൂയ, ഞാൻ പെട്ടെന്ന് പോയി കേട്ടോ. ഹല്ലേലൂയ, എൻ്റെ ആ സമയത്തിനുള്ളിൽ എനിക്ക് നിർത്തണം. ലൈറ്റ് ഹൗസിൻ്റെ 6 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ലൈറ്റ് ഹൗസ് എന്ത് ചെയ്യും? അല്ലെ, നമ്മൾ എന്തുകൊണ്ടാണ് പ്രകാശം കൊടുക്കുന്നത്? ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം, ഒന്നിൽ സുവിശേഷ ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനിൽ നിന്ന് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാ, അതുകൊണ്ട് നാമും വെളിച്ചമാകണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം പറയുന്നുണ്ട്, പ്രൈസ് ഗോഡ്, യേശു പറയുന്ന, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ഗോഡ്. എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കണം. അപ്പൊ യേശു വെളിച്ചമാ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവരോരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്ത് മനസ്സിലാക്കുന്നു? പരിശുദ്ധാത്മാവ് വെളിച്ചമാ. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ദീപമാ, എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വെളിച്ചമാ. മനസ്സിലായോ? ദൈവം വെളിച്ചമാ, യേശു വെളിച്ചമാ, പരിശുദ്ധാത്മാവ് വെളിച്ചമാ, വചനം വെളിച്ചമാ. സഹോദരിമാരെ, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭവനത്തിന്റെ വെളിച്ചമാ, ഞാൻ എൻ്റെ സഭയിലൊരു വെളിച്ചമാ. പറയാമോ? പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ 1-ാമത്തേത് ഹല്ലേലൂയ, മറ്റുള്ളവർക്കായിട്ടാണ് അത് കത്തുന്നത്. അയ്യോ, സ്വാർത്ഥതയില്ലെന്ന്. അത് പ്രകാശിക്കുന്നത് മറ്റുള്ളവർക്കായിട്ടാ ലൈറ്റ്. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ദൂരെ നിന്ന് വരുന്ന കപ്പലുകളും ബോട്ടുകളും പാറക്കെട്ടിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ വേറൊരു ബോട്ടുമായിട്ട് തട്ടിത്തകർന്ന് നശിക്കാതിരിപ്പാൻ തക്കണം ഈ ലൈറ്റ് വെളിച്ചം കൊടുക്കുക. ലൈറ്റ് ഹൗസ് പലപ്പോഴും ഏകയായിരിക്കും. 2-3 ലൈറ്റ് ഹൗസ് എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടാണ് നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഏകയായിരിക്കും. ദേവദാസിമാരെ, ചിലപ്പോൾ ഏകയായി പോകും കേട്ടോ. നീ വിചാരിക്കുന്ന സപ്പോർട്ട് നിന്റെ ഭർത്താവിൽ നിന്ന് പോലും ചിലപ്പോൾ നിനക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. നീ രാത്രിയിൽ കിടന്ന് കരയുമ്പോൾ ഹല്ലേലൂയ, നിന്റെ തലേണ നനയുന്നത് കൂടെ കിടക്കുന്ന ഭർത്താവ് പോലും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഞാൻ പറയട്ടെ, ഏകയാണെങ്കിൽ നിന്റെ ദൗത്യം നീ മറക്കരുത്. ഹല്ലേലൂയ. 3, വേറെ എവിടെയെങ്കിലും പോയി നീ പ്രകാശിക്കരുത്. ആദ്യം നിന്റെ വീട്ടില്. ഹല്ലേലൂയ. നിന്നെ എവിടെ നാട്ടിയിരിക്കുന്നോ, നിന്നെ എവിടെ നിർത്തിയിരിക്കുന്നോ, നിന്നെ എവിടെ ദൈവമാക്കിയിരിക്കുന്നോ, നിന്റെ ജോലി സ്ഥലം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. നീ പറയുന്നുണ്ടായിരിക്കും, ഈ വീട്ടിലേക്ക് അല്ലായിരുന്നു ഞാൻ കെട്ടി വരേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെയല്ല, പറയാനല്ല നമ്മെ കണ്ടിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയി പ്രകാശിക്കരുത്. പ്രൈസ് ഗോഡ്. ചിലരുണ്ട്, വീട് കുളമായിരിക്കും, മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് പോവും. ഇല്ല ദൈവമക്കളെ, ഒരു ലൈറ്റ് ഹൗസിനെ എവിടെ നിർത്തിയിരിക്കുന്നോ, പ്രൈസ് ഗോഡ്, അവിടെ നിന്ന് നീ പ്രകാശിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആളെ നോക്കി നീ പ്രകാശം ക്രമീകരിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഈ കൊച്ചു ഗ്രൂപ്പിൽ എന്തോ വചനം പറയാനാ? നോ 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 നോ. ആളെ നോക്കി വ്യക്തികളെ നോക്കി അല്ല. നീ എവിടെയാണെങ്കിലും നീ വെളിച്ചം കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു ലൈറ്റ് ഹൗസിന്റെ ചോട്ടില് ചിലപ്പോൾ നടക്കുന്നത് സത്കർമ്മങ്ങളായിരിക്കാം, ചിലപ്പോൾ ആ ലൈറ്റ് ഹൗസിന്റെ ചോട്ടിൽ നടക്കുന്നത് ദുഷ്കർമ്മങ്ങളായിരിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ സമയത്ത് ഇരുട്ട് വ്യാപരിക്കുമ്പോൾ നീ അവിടെ ഹല്ലേലൂയ വെളിച്ചം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടുത്തത് ഹല്ലേലൂയ, 5-ാമത്തേത്, കാറ്റ് വന്നെന്നിരിക്കും, മഴ വന്നെന്നിരിക്കും, മഞ്ഞ് വന്നെന്നിരിക്കും. ഹല്ലേലൂയ. വലിയ ഹല്ലേലൂയ. എന്ത് പ്രതികൂല കാലാവസ്ഥയിൽ വന്നാലും പ്രൈസ് ഗോഡ്, നീ പ്രകാശിച്ചേ പറ്റൂ. മൂട് നോക്കി നമ്മുടെ മൂട് നോക്കി നമ്മൾ പ്രകാശിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കരുത്. പ്രൈസ് ഗോഡ്. 6-ാമത്തേത്, ഇത് പ്രകാശിക്കണമെങ്കിലേ ഇതിനതിൻ്റെ ഊർജം നിലയവുമായിട്ട്
ഞാൻ എൻ്റെ സ്കൂൾ പഠിച്ചത് പ്രൈസ് ഗോഡ് ആലപ്പി സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. എൻ്റെ ഫാദർ അവിടെ ആയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ നിന്ന് ആലപ്പുഴ ലൈറ്റ് ഹൗസ് കാണാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. താഴെ ഒരു വലിയ റൂമുണ്ട്. ഹല്ലേലൂയ. അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ. ദൈവവുമായിട്ടും ദൈവവചനവുമായിട്ടും യേശു കർത്താവും ദൈവീയ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിലും ഒക്കെ നിന്നെങ്കിൽ മാത്രമേ നിനക്ക് പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ നാളിൽ ഒരു ലൈറ്റ് ഹൗസ് പോലെ പ്രകാശിപ്പാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. സമയം ഓടിത്തീരുന്നു. ഒരു സഹോദരിയെ മാത്രം പറയാം. ഒത്തിരി സഹോദരിമാരുണ്ട്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയെ ഞാൻ കാണുന്നു. മറ്റേ പേപ്പർ ഒന്നങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേരെ, കൊടുത്തവർക്ക്. അതിൽ നിന്ന് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ പേപ്പർ വെറുതെ അങ്ങോട്ട് കയ്യിലോട്ട് മേടിച്ച് വെച്ചാൽ മതിയെ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ലാസ്റ്റ് അത് പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു കുടുംബമാണ് കേട്ടോ. ഒരു കുടുംബത്തിൻ്റെ കഥയാണ് അത്. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് ഒരു കാര്യവും എടുക്കണ്ട. കുടുംബം എന്ന വാക്ക്, ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ടെ, കുടുംബം എന്ന വാക്ക് 221 ടൈംസ് 221 പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓ, അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്തുവാ? അതാരെക്കുറിച്ചാണെന്നറിയാമോ? നോഹയെക്കുറിച്ചാണ്. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് നമ്മൾ ആദ്യം കുടുംബമെന്ന് കാണുന്നത്. പ്രൈസ് ഗോഡ്. എന്തുവാ? നോഹ പെട്ടകം തീർത്തു. നീ നിൻ്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. അതാണ് ആദ്യം കുടുംബം എന്നുള്ള വാക്ക് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അവസാനം കുടുംബം എന്നുള്ള വാക്ക് നമ്മൾ ബൈബിളിൽ കാണുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചിട്ട് നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തു. അപ്പോൾ ഈ 221 പ്രാവശ്യം കുടുംബം എന്ന വാക്ക് ബൈബിളിൽ ഉണ്ടെങ്കിലും അത് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നതും അവസാനം ഉപയോഗിച്ചിരിക്കുന്നതും നോഹയോടുള്ള ബന്ധത്തിലാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വൈ നോഹ? എന്നോട് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ പറയാം നിങ്ങളോട്. ദൈവം പറഞ്ഞു, നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. ദൈവകൃപ വേണം കേട്ടോ. ഹല്ലേലൂയ. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവകൃപ ആവശ്യം. 2, ദൈവം എന്തൊക്കെ നോഹയോട് പറഞ്ഞോ അവൻ അതുപോലെ തന്നെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാ. 3, മരുമക്കളെയും മക്കളെയും ഭാര്യയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുവാൻ നോഹയ്ക്ക് കഴിഞ്ഞു. ചുറ്റുമുള്ളവരും സകലരും അനുസരിക്കാതിരുന്നപ്പോഴും തൻ്റെ കുടുംബം അതനുസരിച്ചു. ഞാൻ പറയട്ടെ ദേവദാസിമാരെ, ഹല്ലേലൂയ, ഈ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ ഹല്ലേലൂയ അതൊരു കുടുംബമാണ്. പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. പക്ഷെങ്കിൽ ആ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും കടക്കാർ അവരെ വന്ന് പിടിച്ചുകൊണ്ട് പോന്നു. ഞാനത് തൊട്ട് മാത്രം പറയാം. ഈ സഹോദരിയുടെ 8 ഗുണങ്ങൾ നിങ്ങൾ നോക്കിക്കോണം. 1, നിലവിളിക്കേണ്ടവനോട് നിലവിളിച്ച സഹോദരി. പ്രൈസ് ഗോഡ്. വേറെങ്ങും പോയില്ല.